ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത കഥാ ശ്രവണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇന്നത്തെ സർപ്രൈസ് ഇതാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പൂന്താനം എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടൊരു സർപ്രൈസാണ് ഇന്ന് പൂന്താനം ദിനത്തിൽ നമ്മൾ നിൽക്കുന്നത് പൂന്താനം ഇല്ലത്തിൻ്റെ അടുത്താണ്. എന്നാൽ ഈ ഒരു ദിവസം നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. പൂന്താനം ഇല്ലത്തിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്നത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പൂന്താനത്തിൻ്റെ കുലദൈവമായിട്ടുള്ള സാക്ഷാൽ ഭഗവാന്റെ ക്ഷേത്രം. ഇത് പൂന്താനത്തിൻ്റെ കുലദൈവം മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇവിടെ തന്നെ ഉണ്ണിക്കണ്ണൻ്റെ ഒരു വിഗ്രഹവും കൂടെ ഉണ്ട്. കാരണം ഗുരുവായൂരപ്പനെ കാണാത്തതിൻ്റെ ആ ഒരു വിരഹത്താൽ നമ്മുടെ പൂന്താനം നമ്പൂതിരിപ്പാട് വളരെയധികം വിഷമിച്ചു. അന്നേരം ഈ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ, ഗർഭഗൃഹത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ണിക്കണ്ണനായിട്ട് രണ്ട് കൈയിലും വെണ്ണ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ദർശനം കൊടുത്തു, സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അന്നേരം വാമേശ്വരൻ എന്നും പറയും ഭഗവാനെ. അതായത് വാമഭാഗത്തായിട്ട്, മഹാവിഷ്ണുവിൻ്റെ വാമഭാഗത്തായിട്ട് ഉണ്ണിക്കണ്ണനുമുണ്ട്. ഭഗവാൻ കാല് മടക്കി ഇരിക്കുകയാണ്. കാല് മടക്കി ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് കൈയിലും വെണ്ണയും പിടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞ സർപ്രൈസ്. കാരണം ഇന്ന് പൂന്താനം ദിനമായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നല്ലൊരു കാഴ്ച തരാം എന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഭഗവാൻ ഒരു അവസരം നൽകി. രാവിലെ പൂന്താനം ഇല്ലത്തിൽ പോയി അവിടെ പൂന്താനം വൈകുണ്ഠത്തിലേക്ക് പ്രവേശിച്ച ആ ഒരു സ്ഥലവും കൂടെ കണ്ടു. ഒരു വിമാനം, വൈകുണ്ഠത്തിൽ നിന്ന് വന്ന വിമാനമൊക്കെ വന്ന സ്ഥലമൊക്കെ കണ്ടു. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ദർശനം എടുക്കണം. പിന്നെ ഇതിന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് രാവിലെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അതിരാവിലെ ബസ്സിലൊക്കെ വരുവാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് രാവിലെ ഒരു 2 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ട് ബുള്ളറ്റിൽ ഗുരുവായൂർ വന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. സോ ഇനി നിങ്ങൾ, എൻ്റെ വളരെ യങ് പയ്യനാണ്, അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. അദ്ദേഹം ഒരു എൻജിനീയറാണ്. ഒരു മിനിറ്റ്, അദ്ദേഹമായിട്ട് നമുക്ക് സംസാരിക്കാം. ഹരേ കൃഷ്ണ. എൻ്റെ പേര് ആദർശ്. ഇപ്പോൾ ഞാൻ പ്രഭുവിൻ്റെ ഒപ്പം പൂന്താനം ഇല്ലത്താണ് നിൽക്കുന്നത്. ഇവിടെ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. എനിക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് പൂന്താനം ഇല്ലത്തിനെ കുറിച്ചോ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഐതിഹ്യം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പ്രഭുവാണ് എനിക്ക് ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു തന്ന്. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഫീൽ ചെയ്തു. എന്താ പറയേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയണില്ല. പെട്ടെന്ന് പ്രഭു ഇങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ എല്ലാവരും ഇവിടെ വരണം. ഇവിടെ വന്ന് ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ട ഒരു ഇതാണ്. ഇവിടെ നമ്മുടെ ഡയറ്റിയിലും നല്ലൊരു എന്താ പറയുക, ഒരു തേജസ് ഉണ്ട്. ആ തേജസ്സൊക്കെ നിങ്ങളെല്ലാവരും വന്ന് കാണണം. ഹരേ കൃഷ്ണ. പൂന്താനം ഇല്ലത്തെക്കുറിച്ച് പൂന്താനം ഇല്ലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ പഴയ ഒരു കെട്ടിടമാണ്. അവിടെ നമ്മുടെ പൂന്താനം നമ്പൂതിരി താമസിച്ച സ്ഥലമാണ്. പിന്നെ അവിടെ അതിൻ്റെ എൻട്രൻസിന് അവിടെ തന്നെ നമ്മുടെ കൃഷ്ണ ഭഗവാൻ പൂന്താനത്തിന് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയ സ്ഥലമാണ്. അതും കാണാൻ പറ്റി. അതൊക്കെ നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ പ്രദേശവും ചുറ്റുപാടും ഒക്കെ കണ്ടാൽ ഇത് ഭഗവാൻ വന്നൊരു സ്ഥലമാണെന്ന് മനസ്സിലാവും. അത്രയ്ക്കും ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, കാണുക. ഹരേ കൃഷ്ണ. കണ്ടില്ലേ, പുതിയ ജനറേഷനിലുള്ള പയ്യന്മാർക്ക് ഇതിലൊന്നും താല്പര്യമില്ലെന്ന് നമുക്ക് സാധാരണ അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷേ അദ്ദേഹം നല്ല സക്സസ്ഫുൾ എൻജിനീയറാണ്. എന്നിട്ട് പോലും ഇങ്ങനെയുള്ള സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഓൾഡ് ജനറേഷനുള്ള ചില ആൾക്കാർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. എന്ത് ചെയ്യാനാ? അവർ വിചാരിക്കും ഇതൊക്കെ പഴഞ്ചനല്ലേ. പക്ഷേ ഇന്നത്തെ കാലത്തും ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രായം ഒരു പ്രശ്നമല്ല, ഏജ് ഒരു പ്രശ്നമല്ല. ആർക്കും എപ്പോഴും ഭഗവാന്റെ കാരുണ്യം സ്വീകരിക്കാം. അതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അന്നേരം പൂന്താനമൊക്കെ
പോയാലും പൂന്താനം പോയ വഴി ഇപ്പോഴും എല്ലാവർക്കും ലഭ്യമാണ്. ആർക്ക് വേണമെങ്കിലും ആ പാതയിൽ സഞ്ചരിക്കാം, ഭഗവാന്റെ കാരുണ്യം ലഭിക്കാം. വളരെയധികം സന്തോഷമായി. രാവിലെ 5:30 ആയപ്പോൾ ഇവിടെ എത്തി. 5:30 ആയപ്പോൾ എത്തിയപ്പോൾ ആരുമില്ല, നമ്മളും ഭഗവാനും മാത്രം. സാക്ഷാൽ ഗുരുവായൂരപ്പൻ ദർശനം നൽകി എന്ന് തന്നെ തോന്നിപ്പോവും. ചതുർബാഹുവായിട്ട് ഭഗവാൻ ഇവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ളത്, ഏറ്റവും പ്രത്യേകതയുള്ളത് ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു കൊച്ചു വിഗ്രഹം. ഇത്രയേ ഉള്ളൂ. അന്നേരം ഭഗവാൻ ഇങ്ങനെ കാല് മടക്കി ഇരുന്നിട്ട് 2 കൈയിലും ഇങ്ങനെ വെണ്ണ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇന്ന് പൂന്താനം ദിനമാണ്. പൂന്താനം ഇത്രയും ഭക്തകവിയായിട്ടുള്ള മഹാകവിയായിട്ടുള്ള പൂന്താനം നമുക്കറിയാം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനോട് ഭഗവാൻ പറയുന്നുണ്ട്, മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയെ കാട്ടിയും എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എന്നാണ് പറയുന്നത്, അല്ലേ? അന്നേരം നമുക്ക് ഇന്ന് പൂന്താനം നമ്പൂതിരിപ്പാടിനെ കുറിച്ച് കുറച്ച് ചർച്ച ചെയ്യാം. അന്നേരം ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ കീർത്തനം വെച്ച് ആരംഭിക്കാം. ഇന്നിവിടെ കുറച്ച് മേളമൊക്കെ കാണും, അതുകൊണ്ട് കുറച്ച് ശബ്ദമൊക്കെ കാണും. പക്ഷെ അതൊക്കെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് സ്വീകരിക്കുക. കാരണം വളരെ സ്പെഷ്യൽ ദിവസമാണിന്ന്. സോ നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ദിനത്തിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പൊതുവേ ഒരു വൈഷ്ണവനെ സംബന്ധിച്ചിടത്തോളം, ഭഗവാന്റെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഭക്തന് ജനനവും ഇല്ല മരണവും ഇല്ല. കാരണം അവർ ഈ ലോകത്ത് വരുന്നത് തന്നെ ലോകത്തിനൊരു വഴി കാണിച്ചു തരാനാണ്. അന്നേരം ഭഗവാൻ അവതരിക്കുന്ന ദിവസത്തെ പോലെ തന്നെ മഹത്വമുള്ള ദിവസമാണ് ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ഭക്തർ ഈ ഒരു ലോകത്തിലേക്ക് തിരിച്ചു വരുന്നത്. നമ്മൾ നോക്കേണ്ടത്, ഇവിടുന്ന് 65 കിലോമീറ്ററാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ബൈക്കിൽ വരുമ്പോൾ, ബുള്ളറ്റിൽ നല്ല സ്പീഡിൽ വന്നിട്ട് പോലും നമുക്ക് 2 മണിക്കൂറോളം എടുത്തു. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, പൂന്താനം നമ്പൂതിരിപ്പാട് വണ്ടിയൊന്നും ഇല്ലാതെ മാസത്തിലൊരിക്കൽ എങ്ങനെയായിരിക്കും അദ്ദേഹം ഇവിടുന്ന് ഇത്രയും ദൂരത്ത് അവിടം വരെ എത്തിയത്? എന്തുമാത്രം ഭഗവാനോടുള്ള ആ ഒരു സ്നേഹം നോക്കണേ. അതൊക്കെ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റാത്ത കാര്യമാണ്. അന്നേരം ഇനി നമുക്ക് ഇന്നത്തെ ശ്രീമദ് ഭാഗവത ശ്ലോകം ആരംഭിക്കാം. അതിനു മുമ്പായിട്ട് കീർത്തനം വെച്ച് തുടങ്ങാം. ഇന്ന് പുതിയൊരു അധ്യായം കൂടെ തുടങ്ങുകയാണ്. ഇന്നത്തെ അധ്യായത്തോടു കൂടിയാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ നായകനായിട്ടുള്ള നാരദ മഹർഷിയുടെ ആഗമനം. ആ ഒരു അധ്യായം നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. എല്ലാം കൊണ്ടും അതും ആ ഒരു ശ്ലോകം തുടങ്ങുന്നത് തന്നെ പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ അതേ സ്ഥലത്ത് വെച്ചാകുമ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് പറയാനുള്ളത്? നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യം എന്നല്ലാതെ എനിക്ക് വാക്കുകളില്ല പറയാൻ. നമുക്ക് ഇന്നത്തെ കീർത്തനം ആരംഭിക്കാം. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ ഗോപീജന വല്ലഭ ജയോ ഗിരിവരധാരി, ജയോ ഗിരിവരധാരി, ജയ ഗോപീജന വല്ലഭ ജയോ ഗിരിവരധാരി, ജയോ ഗിരിവരധാരി. യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന, ജയോ യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന, ജയോ യമുനാ തീരവനചാരി, ജയോ കുഞ്ച ബിഹാരി, ജയോ യമുനാ തീരവനചാരി, ജയോ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ,
Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Krishna Krishna Mukunda Janardana, Krishna Govinda Narayana Hare, Achyutananda Govinda Madhava, Sachidananda Narayana Hare. Krishna Krishna Mukunda Janardana, Krishna Govinda Narayana Hare, Achyutananda Govinda Madhava, Sachidananda Narayana Hare. Krishna Krishna Mukunda Janardana, Krishna Govinda Narayana Hare, Achyutananda Govinda Madhava, Sachidananda Narayana Hare. ഇപ്പോൾ ലൈവിൽ വന്ന ഭക്തർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് പൂന്താനം ഇല്ലത്തിൻ്റെ അടുത്താണ്. ഈ അതിപാവനമായിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ പൂന്താനം നമ്പൂതിരിപ്പാട് താമസിച്ചിരുന്നത്. അന്നേരം അദ്ദേഹത്തിൻ്റെ ഇല്ലം ഇവിടെ അടുത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കുലദൈവമാണ് ഇവിടെ ഭഗവാന്റെ പ്രതിഷ്ഠ, മഹാവിഷ്ണു ക്ഷേത്രം. അന്നേരം അദ്ദേഹം ഇവിടെ എല്ലാ ദിവസവും വരികയായിരുന്നു. അന്നേരം പ്രായം കൂടിയപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഗുരുവായൂർ പോകാൻ പറ്റാതെയായി. ഇവിടുന്ന് 65 കിലോമീറ്ററാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം. അന്നേരം നല്ല ഭഗവാനെ, ഗുരുവായൂരപ്പനെ കാണാത്തതിൻ്റെ വലിയൊരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അന്നേരം ഗുരുവായൂരപ്പനെ കാണാൻ വലിയ മോഹവുമായിട്ട് അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അമ്പലത്തിനകത്ത് തന്നെ ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് വലതു ഭാഗത്തായിട്ട്, നമ്മൾ നോക്കുമ്പോൾ വലതു ഭാഗത്തായിട്ട്, ഭഗവാന്റെ ഇടതു ഭാഗത്തായിട്ട് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ, ഗുരുവായൂരപ്പൻ തന്നെ ദർശനം കൊടുക്കുകയാണ്. അന്നേരം ഉണ്ണിക്കണ്ണനായിട്ട് കൊച്ചൊരു പ്രതിഷ്ഠയുണ്ട്. അവിടെ 2 കൈയിലും ഭഗവാൻ വെണ്ണ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ദർശനം നൽകുകയാണ്. ഇപ്പോഴും ആ ഭഗവാന്റെ വിഗ്രഹമുണ്ട്. അതിമനോഹരമായിട്ടുള്ള സ്ഥലം. അതിൽ പിന്നെയാണ് ഈ പൂന്താനം നമ്പൂതിരിപ്പാടിന് കുറച്ചെങ്കിലും ആ ഒരു വിഷമത്തിനൊരു ശമനം ലഭിച്ചത്. അന്നേരം പൂന്താനം ഇല്ല ഇപ്പോഴും ഉണ്ട്. അന്നേരം ആ പൂന്താനം ഇല്ലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ആ ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് പൂന്താനം നമ്പൂതിരിപ്പാടിനെ കൊണ്ടുപോകാനായിട്ടുള്ള ആ വിമാനം അയച്ച സ്ഥലം, ആ വിമാനം വന്ന സ്ഥലം, ആ വിമാനത്തിൽ പ്രവേശിച്ചിട്ടാണ് പൂന്താനം നമ്പൂതിരിപ്പാട് ഈ ഒരു ലോകത്തിൽ നിന്നും തിരിച്ചു പോയത്. ആ ഒരു സ്ഥലം ഇപ്പോഴും ആ പൂന്താനം ഇല്ലത്തിൻ്റെ അടുത്തുണ്ട്. അന്നേരം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. പൂന്താനത്തിനെക്കുറിച്ച് ആർക്കാണ് അറിയാത്തത്? എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഇന്ന് ഈ ദിവസം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നത് നമുക്കെല്ലാവർക്കും നല്ലതാണ്. നമുക്ക് ഭഗവാന്റെ ഒരുപാട് അനുഗ്രഹം ലഭിക്കും. കാരണം ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതിനെക്കാട്ടിയും ഭഗവാന് കൂടുതൽ ഇഷ്ടം ഭക്തരെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഭക്തരെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴാണ്. ഭക്തർക്ക് എപ്പോഴും ഇഷ്ടം ഭഗവാനെക്കുറിച്ച് സംസാരിക്കാനാണ്. പക്ഷെ ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭക്തരെക്കുറിച്ച് കേൾക്കാനാണ്. അന്നേരം ഇന്ന് ഈ ദിവസം പൂന്താനം നമ്പൂതിരിപ്പാടിനെക്കുറിച്ച് പ്രകീർത്തിക്കുക, അതും പൂന്താനത്തിൻ്റെ തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഭഗവാൻ വസിക്കുന്ന അതേ സ്ഥലം, ഇവിടെ നിന്നുകൊണ്ട് ഭഗവാനെക്കുറിച്ച് സംസാരിക്കുക, അത് നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ശ്ലോകം നമുക്ക് ആരംഭിക്കാം. അത് ഇന്നത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകമാണ്. ഇന്നത്തെ ശ്ലോകത്തോടുകൂടി ശ്രീമദ് ഭാഗവത്തിൽ നാരദ മഹർഷി പ്രവേശിക്കുകയാണ്. നാരദ മഹർഷിയുടെ ആഗമനമാണ് ഇന്നത്തെ ശ്ലോകത്തിൽ ആരംഭിക്കുന്നത്. അന്നേരം ശ്രീമദ് ഭാഗവതം സൂത ഗോസ്വാമിയോട്
ശൗനകാദി ഋഷികൾ 6 ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാം കൊണ്ടും ജീവജാലങ്ങൾക്കെല്ലാം ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണ്? എല്ലാവിധ വേദശാസ്ത്ര ഉപനിഷത്ത് പുരാണങ്ങളിലും അന്തിമ സത്യം എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. അതുകൂടാതെ ഭഗവാന്റെ പുരുഷാവതാരങ്ങൾ ഏതൊക്കെയാണ്, ഭഗവാൻ എന്തിനാണ് അവതാരങ്ങൾ എടുത്ത് വരുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതുകൂടാതെ എന്താണ് ഈ ഒരു അവതാരത്തിൻ്റെ ലക്ഷ്യം, അത് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോയതിനു ശേഷം ധർമ്മം ആരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? അത് ശ്രീമദ് ഭാഗവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ പുതിയ ഒരു അധ്യായം തുടങ്ങുകയാണ് ഇന്നത്തതോടുകൂടി. അത് ശ്ലോകം വെച്ച് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ഈ ശ്ലോകം ആ മഹാഭക്തനായിട്ടുള്ള പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ തൃപ്പാദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ ശ്ലോകം വ്യാസ ഉവാച ഇതി ബ്രുവാണം സംസ്തൂയ മുനിനാം ദീർഘശത്രീണാം വൃദ്ധകുലപതി സൂതം ഭാവൃച ശൗനകോ ബ്രവീത്. ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. വ്യാസമഹർഷി പറയുകയാണ്, അതായത് ശ്രീമദ് ഭാഗവതം എഴുതിയത് വ്യാസദേവനാണല്ലോ. അന്നേരം സൂതഗോസ്വാമി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ശൗനകമുനി, ആ ശൗനകാദി ഋഷികളിൽ ഏറ്റവും ലീഡറായിട്ടുള്ള ശൗനകാദി ഋഷി, അദ്ദേഹം ചോദിക്കുകയാണ്, സൂതഗോസ്വാമിയെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങുകയാണ്. അന്നേരം പൊതുവെ ശ്രീല പ്രഭുപാദജി ഇതിൽ പറയുന്നു, അന്നേരം ശൗനകാദി ഋഷിയുടെ ക്വാളിഫിക്കേഷനും ആചാര്യൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ ശ്ലോകത്തിൽ പറയാനുള്ളത്. അതായത് സൂതഗോസ്വാമി യഥാധിധാം യഥാമതി, അതായത് പൊതുവെ നമ്മൾ പ്രപഞ്ചത്തിൽ പല വ്യക്തികളുടെയും അംഗീകാരം ആഗ്രഹിക്കും അല്ലേ. പൊതുവെ നമ്മൾ ഭക്തിപരമായിട്ടൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ലോകം നമ്മെ അംഗീകരിക്കുമോ, കൂടുതൽ പേരും ഈ ഒരു മാർഗത്തിൽ വേറൊരു മാർഗത്തിലല്ലേ പോകുന്നത്, അന്നേരം ഈശ്വര ആരാധനയ്ക്കൊക്കെ ഇന്നത്തെ കാലത്ത് പ്രസക്തി ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരുടെ അംഗീകാരമാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ പൊതുവെ കലിയുഗമായതുകൊണ്ട് ഭഗവത് ചിന്ത അനുസരിച്ചും ഭഗവാന്റെ ദൈവിക വിചാരം അനുസരിച്ചും ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം കൂടുതൽ പേരും ഈ ഒരു മാർഗത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തെറ്റായിട്ട മാർഗത്തിൽ പോകേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മെജോറിറ്റി എപ്പോഴും ശരിയാകണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളോടും ഒരു തീരുമാനം എടുക്കാൻ പറയുകയാണ്, ഏത് ടീച്ചർ വേണം, ഏത് സബ്ജക്റ്റ് പഠിക്കണം, പരീക്ഷ വേണോ വേണ്ടയോ എല്ലാം തീരുമാനിക്കേണ്ടത് കുട്ടികളാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ആ സ്കൂള് അധികം കാലം ഇല്ലാതെ തന്നെ അടച്ചുപൂട്ടും. മനസ്സിലായില്ലേ? അന്നേരം എപ്പോഴും എല്ലാവരും കൂടുതൽ പേരും ഭൂരിപക്ഷം എപ്പോഴും ശരിയാകണമെന്നില്ല. അന്നേരം കൂടുതൽ പേരും തെറ്റായിട്ടുള്ള മാർഗത്തിൽ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമുക്ക് അംഗീകാരം കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തെറ്റായിട്ടുള്ള മാർഗത്തിൽ പോകണമെന്നില്ല. നമുക്ക് എന്താണോ ശാസ്ത്രമനുസരിച്ചും ഭഗവാന്റെ നോട്ടത്തിൽ എന്താണോ ശരി അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ പാണ്ഡവരും കൗരവരും തമ്മിൽ നോക്കുകയാണെങ്കിൽ പാണ്ഡവർ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ, കൗരവരാണെങ്കിൽ 100 പേര്. അതും കൂടാതെ യുദ്ധം തുടങ്ങുന്ന സമയത്തുള്ള ആ ഒരു ഇതും നോക്കിക്കഴിഞ്ഞാൽ കൗരവപക്ഷത്ത് 11 അക്ഷൗണിയും
പാണ്ഡവപക്ഷത്ത് 7 അക്ഷൗണിയാണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ടും വിജയം പാണ്ഡവർക്ക് തന്നെയായി. ഇനി ഭഗവാന്റെ നാരായണ സേന പോലും കൗരവപക്ഷത്തിലേക്ക് ഭഗവാൻ കൊടുത്തു. എന്നിട്ട് ഭഗവാൻ ആയുധം പോലും എടുക്കാതെയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, യഥാർത്ഥ ഭക്തി എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ആചരിക്കാനും അനുഷ്ഠിക്കാനും പറ്റുന്ന കാര്യമല്ല. വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഗുരുവായൂരിൽ നോക്കുകയാണെങ്കിൽ ഗുരുവായൂർ ചുറ്റിപ്പറ്റി എത്രയോ ഭക്തരുണ്ട്. ഇപ്പോൾ മാത്രമല്ല, പൂന്താനവും കുറൂരമ്മയും ഉള്ള ആ സമയത്ത് പോലും എത്രയോ അസംഖ്യം ഭക്തർ കാണുമായിരിക്കും. പക്ഷെ അതിൽ നിന്ന് ഇന്നും ചരിത്രത്തിൽ വരുന്നത് രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ 10-ൽ താഴെയുള്ള പേരുകൾ എന്ന് പറഞ്ഞാൽ പൂന്താനം, കുറൂരമ്മ, മേൽപ്പത്തൂർ നാരായണ പട്ടിതിരിപ്പാട്. എന്തുകൊണ്ട്? ഇവരൊക്കെ വളരെയധികം വിശിഷ്ടമായിട്ടുള്ള വ്യക്തികളാണ്. കാരണം പരിശുദ്ധ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആചരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവർ അത്രയ്ക്ക് സ്പെഷ്യലാണ്. അതുകൊണ്ട് ഭഗവാൻ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ദർശനം കൊടുക്കും. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ പ്രത്യക്ഷത്തിൽ വരും. അന്നേരം അതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. പക്ഷെ എന്ന് പറഞ്ഞ് നമുക്കും പറ്റത്തില്ല എന്നല്ല, ആ ഒരു പാതയിൽ നമുക്കും സഞ്ചരിക്കാൻ പറ്റും. അന്നേരം ഇങ്ങനെയുള്ള മഹത് വ്യക്തികളുടെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മൾ ഇപ്പോൾ ഏത് നിലയിലാണോ നിൽക്കുന്നത് അതിൽ നിന്നും അടുത്തൊരു ലെവലിലേക്കെങ്കിലും നമുക്ക് എത്താൻ പറ്റും. കാരണം ഇങ്ങനെയുള്ള വിശിഷ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും ഈ വിശിഷ്ടരായിട്ടുള്ള ഭക്തരിൽ നിന്നും നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ നമ്മുടെ ഭക്തിയിൽ കൂടുതൽ കൂടുതൽ ഊർജത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. കാരണം ഞാൻ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ ചർച്ച ചെയ്തതുപോലെ പൊതുവേ നമ്മൾ താമസിക്കുന്നത് മായാലോകത്തിലാണ്. അതായത് ഈ മായാലോകത്തിൻ്റെ പ്രത്യേകത എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്വമേധയായിട്ട് ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കാനായിട്ട് നമുക്ക് എല്ലാ സാഹചര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും എപ്പോഴും ഒത്തുവരണമെന്നില്ല. പൊതുവെ ചില വ്യക്തികളൊക്കെ പറയും, അമ്പലത്തിൽ പോകണമെങ്കിൽ ഭഗവാനും കൂടെ വിളിക്കണ്ടേ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തിന് ഭഗവാൻ നമ്മളെ വിളിക്കണം? നമ്മുടെ ഉത്തരവാദിത്വമല്ലേ ഭഗവാനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഭഗവാൻ വിളിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഉത്തരവാദിത്വമാണ് ഭഗവാനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്നേരം നമ്മൾ ഇതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്, ഇത്രയും ദൂരത്ത് നിന്നാണ് 65 കിലോമീറ്ററും താണ്ടിയാണ് പൂന്താനം നമ്പൂതിരിപ്പാട് ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ എന്തുമാത്രം തടസ്സങ്ങൾ നടന്നു കാണും. ഇതെല്ലാം നടന്നിട്ടും അദ്ദേഹം ഇതെല്ലാം സഹിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോവുകയാണ്. വൃദ്ധാവസ്ഥയിൽ എത്തിയിട്ടും അദ്ദേഹം പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് വിഷം വരുന്നത് എന്തുകൊണ്ടാണ്? യാത്രയുടെ ദൈർഘ്യം കൂടി, കാഠിന്യം കൂടി. അന്നേരം ഭഗവാന് തന്നെ വിഷമം തോന്നി. ഇത്രയും ത്യാഗം അനുഭവിച്ചുകൊണ്ടാണല്ലോ എന്നെ കാണാനായിട്ട് പൂന്താനം അവിടം വരെ വരുന്നത്. തപസ്യ സ്വീകരിക്കാൻ ഭക്തരെപ്പോഴും തയ്യാറായിരിക്കും. അന്നേരം നമ്മൾ ഇതൊക്കെ ഒരു പ്രചോദനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. അന്നേരം നാരദ മഹർഷി, ഇന്നത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷിയെക്കുറിച്ചുള്ള ചോദ്യമാണ് അടുത്ത ശ്ലോകം മുതൽ തുടങ്ങുന്നത്. അതായത് സൂത ഗോസ്വാമി, നമ്മുടെ ശൗനകാദി ഋഷികൾ സൂത ഗോസ്വാമിയെടുത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് അടുത്ത ശ്ലോകം ആരംഭിക്കുന്നത്. കാരണം 6 ചോദ്യങ്ങൾ ചോദിച്ചു, അതിൻ്റെ ഉത്തരം സൂത ഗോസ്വാമി ചുരുക്കത്തിൽ പറഞ്ഞു കൊടുത്തു. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഭാഗവതം എങ്ങനെ നമുക്ക് ലഭിച്ചു എന്നതിനെക്കുറിച്ചുള്ളൊരു ചരിത്രമാണ് ഇനി മുന്നോട്ട് ആരംഭിക്കാൻ പോകുന്നത്. അന്നേരം പൊതുവെ പല വ്യക്തികളും പല പല കൺഫ്യൂഷൻസിലാണ് ഇന്നത്തെ ഈ ഒരു കലിയുഗം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിലവർക്ക് വിശ്വാസമില്ല. ഇതെല്ലാം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ എന്നൊക്കെ പല വ്യക്തികൾക്കും പല പല ചോദ്യങ്ങളുമൊക്കെ കാണും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമമായിട്ടുള്ള സത്യമാണ് ശാസ്ത്രത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം നമ്മുടെ ജീവിതത്തിൽ ഒരു ശാന്തിയും സമാധാനവും സുനിശ്ചിതമാണ്. അതിനെല്ലാം ഉപരി ഈ ഒരു മരണം നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് ആ മരണത്തിന് ശേഷം നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
എന്നിട്ട് ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാൻവിതം ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. അന്നേരം പൂന്താനം നമ്പൂതിരിപ്പാടിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും ഇന്നത്തെ ദിവസം അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് ചർച്ച ചെയ്യുകയാണ്. വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിയാണ് പൂന്താനം നമ്പൂതിരിപ്പാടെന്ന് പറയുന്നത്. അന്നേരം ചില കാവ്യങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണോ കുചേലൻ അതേപോലെ ഗുരുവായൂരപ്പൻ്റെ കുചേലനാണ് പൂന്താനം എന്ന് പറയും. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രം കൂടുതലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വളരെ കിട്ടാനില്ല. കാരണം ഭക്തരെപ്പോഴും അങ്ങനെയാണ്, ഭക്തരെക്കുറിച്ച് ആരും അറിയത്തില്ല. അവർ ഈ ലോകം വിട്ടതിന് ശേഷമേ നമ്മൾ അവരെക്കുറിച്ച് അറിയാറുള്ളൂ. അന്നേരം പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ വളരെ എടുത്തു പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നത് ജ്ഞാനപ്പാനയാണ്. അന്നേരം അദ്ദേഹത്തിന് കുറേ കാലം കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അവസാനം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു കുട്ടി ലഭിച്ചു. പക്ഷെ ആ കുട്ടി എന്തായി, പെട്ടെന്ന് തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയി. അന്നേരം സാധാരണ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുമാത്രം വിഷമമാവുന്ന ഒരു അവസ്ഥയാണ് നോക്കണേ. അതായത് പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം, ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവരുടെ എല്ലാവിധ പ്രതീക്ഷകളും. ആ കുട്ടിക്ക് വേണ്ടിയാണ് ആ ഒരു അച്ഛനും അമ്മയും ജീവിക്കുന്നത്. അന്നേരം അങ്ങനെ ഇരിക്കുന്ന, അതും ഇത്രയും നല്ല ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിട്ടുള്ള പൂന്താനം നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? ആ കുട്ടി പെട്ടെന്ന് തന്നെ മരിക്കുകയുണ്ടായി. അന്നേരം ഇങ്ങനെ ഒരു കഠിന അവസ്ഥ വരുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും ഭഗവാനെ വിടും. എന്നിട്ട് പറയും, എന്താണ്, ഭഗവാനൊന്നുമില്ല, ഭഗവാനൊന്നും കേൾക്കാൻ പറ്റത്തില്ല, ഭഗവാനൊന്നും കാണാൻ പറ്റത്തില്ല, ഭഗവാൻ അന്ധനാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഭഗവാൻ ഈ ലോകത്തെ മുഴുവൻ പരിപാലനം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ആപത്ത് വന്നപ്പോൾ എന്തുകൊണ്ട് ഭഗവാൻ സംരക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഭഗവാനെ വിടാൻ വളരെയധികം എളുപ്പമാണ്. പക്ഷെ ഭഗവാൻ തന്നെ എപ്പോഴും നമ്മുടെ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നത് എന്താണ്? ദുഃഖാലയം അശാശ്വതം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ ആലയമാണ്. ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം, മഞ്ഞുകട്ടകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം, അതാണ് ഹിമാലയം. ഔഷധാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധം എവിടെയാണോ ലഭ്യമായിട്ടിരിക്കുന്നത് അതാണ് ഔഷധാലയം. ദുഃഖാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം എവിടെയാണോ ലഭിക്കുന്നത് അതാണ് ദുഃഖത്തിൻ്റെ ആലയം. അന്നേരം ഭഗവാൻ പറയുന്നത് ഈ പ്രപഞ്ചം ദുഃഖത്തിൻ്റെ ആലയമാണെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം ഇപ്പോൾ ലൈവിൽ വന്ന ഭക്തർക്കായിട്ട് ഒന്നും കൂടെ പറയുകയാണ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ പൂന്താനം ഇല്ലത്തിൻ്റെ അടുത്താണ്. ഇത് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രമാണ്, കുലദൈവമായിട്ടുള്ള ഭഗവാന്റെ ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം. വർഷങ്ങളായിട്ട് അദ്ദേഹം പൂജിച്ചിരുന്ന ഭഗവാൻ ഇവിടെ വസിക്കുന്നു. നമുക്കെല്ലാം അനുഗ്രഹം നൽകാനായിട്ട് കാലാകാലങ്ങളായിട്ട് പൂന്താനം ഇവിടെ വന്നു ഭജിക്കുമായിരുന്നു. ഇല്ലം തൊട്ടടുത്താണ്, വളരെയധികം അടുത്താണ്. അവിടെ നമ്മൾ പോയി അന്നേരം പൂന്താനം നമ്പൂതിരിപ്പാട് ഇവിടെ വന്ന് പൂജ ചെയ്യുമായിരുന്നു. ഇവിടെ നിന്ന് 65 കിലോമീറ്റർ ദൂരെ പൂന്താനം നമ്പൂതിരിപ്പാട് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പോവുകയായിരുന്നു.
വണ്ടിയൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. നടന്നും കാളവണ്ടിയിലുമൊക്കെയാണ് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. വള്ളത്തിലൊക്കെ തുഴഞ്ഞ് അപ്പുറത്ത് അങ്ങനെയൊക്കെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും, എന്തുമാത്രം ബുദ്ധിമുട്ട് സഹിച്ചിട്ടായിരിക്കും അദ്ദേഹം ഗുരുവായൂരപ്പനെ കാണുന്നത്. അന്നേരം അദ്ദേഹത്തിന് ഭഗവാനോടുള്ള ആ ഒരു സ്നേഹം, അതുകൂടാതെ ഗുരുവായൂരപ്പൻ്റെ മേന്മ, അവിടെയുള്ള ഗുരുവായൂരപ്പ ക്ഷേത്രം, ഭഗവാന്റെ പ്രതിഷ്ഠയുടെ മഹിമയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതൊരു സാധാരണ പ്രതിഷ്ഠയല്ല. എത്രയധികം ഭഗവാന്റെ ക്ഷേത്രം ഉണ്ടെങ്കിലും ഗുരുവായൂർ മുൻപന്തിയിൽ നിൽക്കും. അത് ഭക്തർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അന്നേരം ഇവിടെ നിന്നപ്പോഴും പൂന്താനം നമ്പൂതിരിപ്പാടിന് വിരഹം തോന്നി. ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുന്നില്ലല്ലോ, ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നല്ല വിഷമം തോന്നി. അങ്ങനെ വിഷമം തോന്നിയ സമയത്ത് എന്തായി, ആ പൂന്താനം നമ്പൂതിരിപ്പാടിന് ദർശനം കൊടുത്തതാണ് കൊച്ചുണ്ണിക്കണ്ണൻ. ആ കൊച്ചുണ്ണിക്കണ്ണൻ അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട്. നമ്മളിവിടെ അമ്പലത്തിൽ വരികയാണെങ്കിൽ ഭഗവാന്റെ ഇടത് ഭാഗത്തായിട്ട് ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിഷ്ഠയുണ്ട്. അതായത് ഭഗവാൻ ഇങ്ങനെ കാല് മടക്കി ഇരിക്കുകയും രണ്ട് കയ്യിലിങ്ങനെ വെണ്ണയും പിടിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ഒരു ഭക്തന് വേണ്ടി, ഒരു പരിശുദ്ധ ഹൃദയം ഉള്ള ഒരു വ്യക്തി, പരിശുദ്ധ ഹൃദയമുള്ള ഒരു ഭക്തന് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യാൻ തയ്യാറാവും. അന്നേരം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഭഗവാൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഇനിയും കുറച്ച് മാലിന്യങ്ങളൊക്കെ ഉണ്ട്. ആ മാലിന്യങ്ങളെ മാറ്റുമ്പോഴാണ് നമ്മൾ കൂടുതലും ഭഗവാനുമായിട്ട് അടുക്കുന്നത്. നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവേ നമുക്ക് നല്ല കാലം വരുമ്പോൾ നമ്മൾ ഭഗവാനെ മറക്കും. എന്താണ്? കാരണം ആ നല്ല കാലം വരുമ്പോൾ അതിൻ്റെ ആ സുഖഭോഗത്തിൽ മഗ്നമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മറക്കും. അതേ സമയത്ത് നല്ല കാലം വരുമ്പോഴും നമ്മൾ ഭഗവാനെ മറക്കുന്നു. അതും കൂടാതെ മോശക്കാലം വരുമ്പോൾ അന്നേരവും ഭഗവാനെ ഓർക്കാറില്ല. നല്ല കാലം വരുമ്പോൾ എന്താണ് വിചാരിക്കുന്നത്? എല്ലാം ഭഗവാനെക്കുറിച്ചൊരു ചിന്ത പോലും ഇല്ല ആ സമയത്ത്. എന്നിട്ട് മോശം കാലം വരുമ്പോൾ എങ്ങനെയാണ്? മോശം കാലം വരുമ്പോൾ പറയും, എന്താണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യുന്നത്? ഞാൻ ഇത്രയൊക്കെ ഭക്തിയൊക്കെ ആചരിച്ചതല്ലേ, ഭഗവാന് വേണ്ടി ഭഗവാന്റെ നാമം ജപിക്കുന്നവരല്ലേ, ഭഗവാന്റെ അമ്പലത്തിൽ പോകുന്ന ആളല്ലേ, ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല, പിന്നെ എന്തുകൊണ്ട് ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അന്നേരം സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാറില്ല, ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കാറില്ല. പക്ഷേ പൂന്താനം കുറൂരമ്മ അങ്ങനെയുള്ള ഭക്തരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല കാലം വരുമ്പോഴും അവർ എപ്പോഴും ഭഗവാന്റെ അടുത്ത് തന്നെയായിരിക്കും. മോശക്കാലം വരുമ്പോഴും അവരെന്താ പറയുന്നത്? ഭഗവാനെ തന്നെ മുറുകെ പിടിക്കും. അവർക്ക് ഭഗവാനെ പിരിഞ്ഞ് ഇരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും അവരുടെ ജീവിതത്തിലെ കേന്ദ്രബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനായിരിക്കും. അന്നേരം ഈ പൂന്താന ദിനത്തിൽ നമ്മൾ പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ യാചിക്കണം. എങ്ങനെയാണോ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം ഭഗവാനെ തന്നെ ആശ്രയിച്ചിരുന്നത്, അതേപോലെ നമുക്കും ഭഗവാനെ ആശ്രയിച്ചിരിക്കാൻ പഠിക്കണം. പൂന്താനം നമ്പൂതിരിപ്പാടിനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന സ്വത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതവും നാമജപവുമാണ്. ജ്ഞാനപ്പാനം നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അദ്ദേഹം നാമജപത്തെക്കുറിച്ചാണ് മുൻതൂക്കി പറയുന്നത്. അന്നേരം നമ്മൾ പലപ്പോഴും ജ്ഞാനപ്പാന പാടുമെങ്കിലും നമ്മൾ ജപിക്കാറില്ല. അതിൽ പിന്നെ അർത്ഥമില്ലല്ലോ. ആ പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ജ്ഞാനപ്പാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ പാന. മുഴുവൻ വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവിധ പുരാണങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും, എന്തിനേറെ പറയുന്നു, ശ്രീമദ് ഭാഗവതം മുഴുവൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കുറഞ്ഞ പക്ഷം ആ ജ്ഞാനപ്പാന നല്ലപോലെ ഒന്ന് പഠിച്ചാൽ മതി. ആ ജ്ഞാനപ്പാന നല്ലതുപോലെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഭാഗവതത്തിൻ്റെ രസം മുഴുവൻ നമുക്കതിൽ കാണാൻ പറ്റും. കാരണം ഭാഗവതം മനസ്സിലാക്കണമെങ്കിൽ, ഭാഗവതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഭാഗവതാനാം ചരിതം ഇതം ഭാഗവതം. ഒരു ഭഗവാനെക്കുറിച്ചും ഭക്തരെക്കുറിച്ചും പറയുന്ന ചരിതമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അന്നേരം പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്? ഭഗവാന്റെ കഥകളിൽ ഉറച്ചു നിൽക്കുകയാണ്, ഭഗവാന്റെ ചരിതത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഭാഗവതവും നാമജപവുമാണ് അദ്ദേഹത്തെ വലിയ വലിയ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് നൽകിയത്. അന്നേരം നമ്മൾ ഭഗവാനോട് അടുത്താണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഭഗവാന്റെ ഭക്തരാണെങ്കിൽ നമ്മൾ അത് ആചരണത്തിൽ കാണിക്കണം. ഇപ്പോൾ പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ചരിതം നമ്മൾ നോക്കുമ്പോൾ നല്ല കാലം വരുമ്പോഴും അദ്ദേഹം ഭഗവാന്റെ കൂട്ടത്തിലാണ്, മോശപ്പെട്ട സമയം വരുമ്പോഴും അദ്ദേഹം ഭഗവാനെ വിടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം,
ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭാഗവതം വായിക്കുക, ഭാഗവതം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, നാമം ജപിക്കുക, മറ്റുള്ളവർക്ക് നാമം ജപിക്കാൻ പ്രേരണ നൽകുക. ഇതാണ് ഒരു യഥാർത്ഥ ഭക്തൻ്റെ ജീവിതം. അന്നേരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ ജീവിക്കും, അന്നേരം ജോലിക്കൊന്നും പോകണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ തന്നെ ബ്രാഹ്മണ്യ ജീവിതമാണ്. അന്നേരം പൊതുവെ വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുണ്ട്. ഇതൊന്നും ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജന്മകർമ്മച്ചമേ ദിവ്യം ഗുണകർമ്മ വിഭാഗശ. ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു 4 ഡിവിഷൻസ് വരുന്നത്. അന്നേരം ക്ഷത്രിയർ എന്ന് പറയുമ്പോൾ അവർക്ക് രാജ്യം കാണും ഭരിക്കാനായിട്ട്, അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. വൈശ്യരെ സംബന്ധിച്ചിടത്തോളം ഗോരക്ഷയും കൃഷിയുമാണ് അവരുടെ തൊഴിൽ എന്ന് പറയുന്നത്. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, കർമ്മത്തിൻ്റെയും ഗുണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അന്നേരം ബ്രാഹ്മണ്യ കർമ്മങ്ങൾ സ്വീകരിച്ച വ്യക്തികൾ, ബ്രാഹ്മണ ഗുണങ്ങളുള്ള വ്യക്തികൾ, അവരുടെ ജീവിതം എന്തായിരിക്കും? എപ്പോഴും ഇങ്ങനെയായിരിക്കും. ഭാഗവതം പഠിക്കുക, ഭാഗവതം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, നാമം ജപിക്കുക, മറ്റുള്ളവർക്ക് നാമം ജപിക്കാൻ പ്രേരണ നൽകുക. അന്നേരം ഇതൊന്നും ജപിച്ചില്ല, ഭാഗവതം പഠിച്ചില്ല എങ്കിൽ നമ്മൾ പൂന്നൂലിട്ടതുകൊണ്ട് മാത്രം ബ്രാഹ്മണരാകുന്നതുമില്ല. ബ്രാഹ്മണരുടെ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ഷേത്ര ദർശനം, ഭഗവാന്റെ ആരാധിക്കുക, ഇതൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് പൊതുവെ ഒരു ട്രെൻഡായിരിക്കുവാണ്. പല അങ്ങനത്തുള്ള കുലങ്ങളിൽ ജനിച്ചിട്ടും, ശ്രേഷ്ഠമായിട്ടുള്ള കുലത്തിൽ ജനിച്ചിട്ടും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണാറില്ല. അവർ കൂടുതലും മറ്റു പ്രൊഫഷൻസൊക്കെ സ്വീകരിക്കും. അതായത് ഇത്രയും നല്ലൊരു അവസരം അവർക്ക് ലഭിച്ചിട്ടും അതിൻ്റെ മഹത്വം അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ പോകുന്നത് എന്തിൻ്റെ പുറകിലാണ്? കാശിൻ്റെ പുറകിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അന്നേരം പൂന്താന നമ്പൂതിരിപ്പാടിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെ ഒരു ഭക്തൻ ഭഗവാനെ കേന്ദ്രീകരിച്ച് ജീവിക്കാമെന്ന്. അദ്ദേഹം പറയുന്നത് എന്താണ്? കിടക്കാൻ കിടക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, മരച്ചൂട്ടിൽ കിടന്നാൽ പോരെ. തലയാണ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൈ ഉണ്ടല്ലോ, ഇങ്ങനെ വെച്ചാൽ പോരെ എന്ന്. അത് ഒരു ലളിതമായിട്ടുള്ള ജീവിതവും ഉയർന്ന ചിന്താഗതിയുമാണ്. അന്നേരം പുറം ലോകത്തിലുള്ള ആൾക്കാരെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലി കാറ് വേണം, നല്ല കോസ്റ്റ്ലി ലക്ഷറീസ് വീട് വേണം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഡീപ്പായിട്ട് ഇതിൻ്റെ പുറകെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കൂടുതലും നമ്മൾ മേടിക്കുന്ന വാഹനം, കൂടുതലും നമ്മൾ മേടിക്കുന്ന വീടൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത കാണും എപ്പോഴും. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കൂടുതൽ പേർക്ക്. അപ്പം നമ്മൾ എത്ര വലിയ വീടാണെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ കൂടുതൽ സമയവും ചിലവഴിക്കുന്ന സമയം ആ ഒരു വീട്ടിൽ നിന്ന് എത്ര മുറികളുണ്ടെങ്കിലും അതിലെ ഒരു മുറിയായിരിക്കും മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ആ ഒരു മുറിയിലും നിന്നും എത്ര സ്പേസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് നിൽക്കാൻ പറ്റുന്ന സ്പേസും നമുക്ക് കിടക്കാൻ പറ്റുന്ന സ്പേസും അത്രയേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? അതായത് എത്ര വലിയ സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ പോലും, എത്ര ഏക്കർ കണക്കിന് സ്ഥലമുണ്ടെങ്കിലും അറ്റ് എ ടൈം ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു സ്ഥലത്തല്ലേ നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് വാമനമൂർത്തിയുടെ മുമ്പിൽ വാമനമൂർത്തി മഹാബലി ചക്രവർത്തിയുടെ അടുത്ത് എത്തിയപ്പോൾ മഹാബലി ചക്രവർത്തിയുടെ വാമനമൂർത്തി പറയുന്നത്, എനിക്ക് 3 അടി മണ്ണ് തരണമെന്ന് പറയും. അന്നേരം പൊതുവെ എല്ലാ വ്യക്തികളും നിൽക്കുന്നതിന് ഒരു കൺജസ്റ്റഡ് അല്ലാതെ നിൽക്കാൻ പറ്റുന്നത് 3 അടി മണ്ണിലാണ്. 3 അടി ഡയമീറ്ററിൽ നമുക്ക് നിൽക്കുമ്പോഴാണ് നമുക്കൊരു കൺജസ്റ്റഡ് ഫീലിംഗ് ഇല്ലാതെ നിൽക്കാൻ പറ്റുന്നത്. ഒരു 3 സ്റ്റെപ്പ്, 1 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ്, ആ ഒരു ഡയമീറ്ററിൽ എത്ര സ്പേസ് ഉണ്ടോ അതാണ് ഒരു മനുഷ്യന് ആക്ച്വലി നിൽക്കാൻ പറ്റുന്ന സ്ഥലം. അന്നേരം എപ്പോഴും നമ്മൾ നിൽക്കുന്നത് 3 അടി സ്ഥലത്തായിരിക്കും, കിടക്കുന്നത് എന്തായിരിക്കും 6 അടി സ്ഥലത്തായിരിക്കും. അന്നേരം എപ്പോഴും നമ്മൾ കിടക്കാറില്ല. അന്നേരം നമുക്ക് എപ്പോഴും വേണ്ടുന്ന എത്രയാണ്? 3 അടി മണ്ണ്, അത്രയേ ഉള്ളൂ. അന്നേരം അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും, എത്ര ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടെങ്കിലും, നമ്മൾ യഥാർത്ഥത്തിൽ നിൽക്കുന്ന എവിടെയായിരിക്കും? 3 അടി മണ്ണിലായിരിക്കും. അന്നേരം വാമനമൂർത്തി മഹാബലി ചക്രവർത്തി ദാനമായിട്ട് ചോദിക്കുന്നത് 3 അടി മണ്ണാണ്. അന്നേരം മഹാബലി ചക്രവർത്തി പറയുന്നത് എന്താണ്? ത്രിലോകങ്ങളുടെയും ചക്രവർത്തിയായ എന്നോട് 3 അടി മണ്ണ് ചോദിക്കുന്നത് എന്നെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? അങ്ങ് കൂടുതൽ ചോദിച്ചൂടെ എന്ന് ചോദിച്ചു.
അന്നേരം നമ്മുടെ ഭഗവാൻ വാമനമൂർത്തി പറയുകയാണ്, 3 അടി കൊണ്ട് തൃപ്തി പെരാത്തവൻ ത്രിലോകങ്ങൾ കിട്ടിയാലും തൃപ്തി വരത്തില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അന്നേരം ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ആ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് എടുക്കരുത്. അദ്ദേഹം ഭഗവാനെക്കുറിച്ച് ഓർത്ത് കരയുക മാത്രമല്ല, സംസാരിക്കുക മാത്രമല്ല, ഭഗവാൻ അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് വരുന്നു? കാരണം അവരുടെ ജീവിതത്തിൽ കാഠിന്യങ്ങൾ നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായപ്പോഴും അവർ ഭഗവാനെ വിട്ടില്ല, നാമജപത്തെ വിട്ടില്ല, ഭാഗവതത്തെ വിട്ടിട്ടില്ല, അവരുടെ ബ്രാഹ്മണ്യ കർമ്മങ്ങൾ വിട്ടിട്ടില്ല. അതുകൊണ്ട് എന്താണ്? അവരെ ഭഗവാൻ പൂർണ്ണമായിട്ടും സംരക്ഷിച്ചു. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവത്ഗീതയിൽ പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് ഭഗവാൻ എന്തായാലും നമുക്ക് നൽകും. നമ്മൾ ഭഗവാന്റെ ഭക്തി ആചരിക്കുകയാണെങ്കിൽ, ഭഗവാന്റെ ഭക്തി അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ നൽകും. നമുക്ക് ആവശ്യമായിട്ടുള്ളതാണെന്നാണ്. നമുക്ക് തോന്നുന്ന കാര്യങ്ങളല്ല, നമ്മൾ ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇവിടെ ഇപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയുണ്ട്. ഭഗവാന്റെ ആന നമുക്ക് ഒന്ന് കാണാം. അന്നേരം നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്ത് ഭഗവാനോട് ചോദിക്കുന്നു എന്നതല്ല, നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഭഗവാൻ എന്തായാലും നമുക്ക് നൽകും. യോഗക്ഷേമം വഹാമ്യഹം. അതായത് ഒരു അച്ഛനും അമ്മയുടെ അടുത്ത് കുട്ടിക്ക് എല്ലാം ചോദിക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മ എന്ത് ചെയ്യും? അറിഞ്ഞ് കൊടുക്കുമെന്നുള്ളതാണ്. അല്ലാതെ ആ കുട്ടിക്ക് ഒരിക്കലും ചോദിക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് പല പല കാര്യങ്ങളും ആവശ്യം കാണും. എനിക്കിത് വേണം അച്ഛാ, എനിക്കിത് വേണം അമ്മേ, എനിക്കിത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അച്ഛനും അമ്മയ്ക്കും നല്ലപോലെ അറിയാം കുട്ടിക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളതെന്ന്. അതേപോലെ പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ അദ്ദേഹം ഉറച്ചു നിന്നതുകൊണ്ട് എന്തായി? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വേണ്ട ഒരു കാര്യത്തെക്കുറിച്ചും ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. ആ ഒരു കാര്യമൊക്കെ ആ ഭഗവാൻ അറിഞ്ഞുകൊണ്ട് നടത്തി കൊടുത്തിരുന്നതാണ്. അന്നേരം പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചത് ഒരു കൊച്ചു കുട്ടി, ഒരു മകനായിട്ടൊരു കുട്ടി. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പക്ഷേ എന്തോ നിയോഗത്താൽ ഭഗവാനാണോ ആ കുട്ടിയെ കൊന്നത്? അല്ല. പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ജീവിതത്തിൽ കുട്ടി പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ആർക്കും അദ്ദേഹത്തിൻ്റെ കുട്ടിയായിട്ട് ജനിക്കാൻ യോഗ്യതയില്ല. കാരണം ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഭക്തന് മകനായിട്ട് ജനിക്കണമെങ്കിൽ ഈ ലോകത്തിലെ ഒരു ജീവാത്മാവിനും ഇദ്ദേഹത്തിൻ്റെ മകനായിട്ട് ജനിക്കാൻ പറ്റത്തില്ല. ഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ. വാത്സല്യ ഭാവത്തിൽ നിൽക്കുകയാണ്, വാത്സല്യ രസത്തിൽ നിൽക്കുകയാണ് പൂന്താനം നമ്പൂതിരിപ്പാട്. അന്നേരം ആ ഒരു ഇത്രയും ഉയർന്ന ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആ ഒരു ഭക്തൻ്റെ മകനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും ജനിക്കാൻ പറ്റത്തില്ല. അത് തന്നെയാണ് കാരണം. അന്നേരം പൊതുവെ ഭക്തരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും 2 കാരണങ്ങളായിരിക്കും. അതായത് പൊതുവെ ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെ ജീവിതത്തിലും നടക്കുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്നതിന് കാരണം 2 കാരണങ്ങൾ കാണും. ഒന്നീ അവരുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ഭഗവാന്റെ നിയോഗത്താൽ നടക്കുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അഥവാ അവർ ഭക്തരാകുകയാണെങ്കിൽ പിന്നെ അവരുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഭഗവാൻ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ്. അതുകൊണ്ട് പരിശുദ്ധ ഭക്തരായാൽ മാത്രമേ, പരിശുദ്ധ ഭക്തരെന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ കാമമില്ല, ക്രോധമില്ല, മോഹമില്ല, ലോഭമില്ല, മതമാത്സര്യമില്ല, ഭക്തി മാത്രമേ ഉള്ളൂ. അവർ മറ്റ് ജീവജാലങ്ങൾക്കെതിരെ അസൂയ, കുശുമ്പ് അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് പൂന്താനത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് കാണാൻ പറ്റും. അന്നേരം പൂന്താനം നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മകനായിട്ട് ജനിക്കാൻ ആർക്കാണ് ക്വാളിഫിക്കേഷൻ ഉള്ളത്? ആർക്കുമില്ല. ഭഗവാൻ തന്നെ മകനായാലേ പറ്റൂ. വേറെ ആർക്കും മകനായിട്ട് വരാൻ പറ്റത്തില്ല, യോഗ്യതയില്ല.
പക്ഷെ എന്നിട്ടും സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കും മകനെ ലഭിക്കണം, മകൻ വേണം, മകൻ വേണം എന്ന് പറഞ്ഞപ്പോൾ പൂന്താനം നമ്പൂതിരിപ്പാടും വിചാരിച്ചു മകൻ വേണമല്ലോ എന്നുള്ള രീതിയിൽ. പരിശുദ്ധ ഭക്തനായിട്ടും അദ്ദേഹത്തിന് ഭൗതിക ആഗ്രഹമൊന്നും ഇല്ല. പക്ഷേ ഭക്തരെപ്പോഴും അങ്ങനെയാണ്, ധർമ്മത്തെ ആചരിച്ച് തന്നെ നിൽക്കും. അന്നേരം പൊതുവെ ശേഷക്രിയ ചെയ്യാനൊക്കെ ആരെങ്കിലും മകനായിട്ട് വേണ്ടേ എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചു. ഒരു മകനെ മാത്രമേ അദ്ദേഹം ആഗ്രഹിച്ചു. എന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആഗ്രഹിച്ച ഒരു കുട്ടിയെ, അതിൽ തെറ്റില്ല, വെറും ഒരു മകൻ. എന്നിട്ട് ആ കുട്ടി വന്നതിന് ശേഷം എന്തായി? കുട്ടി മരിച്ചു. മരിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായി എന്തുമാത്രം വിഷമായിരിക്കും പൂന്താനം നമ്പൂതിരിപ്പാടിനും ആ ഒരു അമ്മയ്ക്കും. പക്ഷെ എന്നിട്ടും ആ ഒരു വിഷമത്തിൽ ഉള്ള് കത്തി കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ആ ഒരു വിഷമത്തിൽ എഴുതുന്നതാണ് ജ്ഞാനപ്പാന. ആ ജ്ഞാനപ്പാന നല്ലപോലെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ പിന്നെ ഭാഗവതം വായിക്കണ്ട, ഭഗവത്ഗീത വായിക്കണ്ട. ജ്ഞാനപ്പാന അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിലെന്താണ് ഇല്ലാത്തത്? മുഴുവൻ ഭാഗവതവും 12 സ്കന്ധവും പഠിക്കുന്ന അതേ ബെനിഫിറ്റാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ വിചാരിക്കും ജ്ഞാനപ്പാന നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല? മാറ്റം നമ്മുടെ ഉള്ളിൽ നമ്മൾ വരുത്തുന്നില്ല, അതുകൊണ്ട് നമ്മൾ മാറുന്നില്ല. ആ വരികളിൽ നിന്ന് ഒരു വാക്കെങ്കിലും നമ്മൾ ജീവിതത്തിൽ ആചരിച്ചു നോക്കൂ. ഭഗവാൻ നമ്മുടെ കൺമുന്നിൽ വന്ന് നിൽക്കും. പക്ഷെ എന്താണ് നമ്മൾ കേൾക്കും? ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഇത് നമ്മൾ കേൾക്കും. കൊള്ളാം, നല്ല ഈണം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന നമ്മളും കൂട്ടത്തിൽ പാടും. പക്ഷെ ഉള്ളുകൊണ്ടല്ല നമ്മൾ ഇതൊക്കെ പാടുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഭഗവാനെ മകനായിട്ട് ജനിക്കണമെങ്കിൽ? ഭഗവാൻ മാത്രം മതി നമ്മുടെ കുട്ടിയായിട്ട് എന്ന് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുന്നോ? ഇല്ല. നമ്മുടെ ഉള്ളിൽ പല പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ഉള്ളിൽ ഭഗവാനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പൂന്താനം നമ്പൂതിരിപ്പാട് ഇത്രയും ഉയർന്ന തലത്തിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗവതം കേൾക്കാൻ സാക്ഷാൽ മഹാദേവനും പാർവതി ദേവി വരെ വരും. ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്കെല്ലാവർക്കും ആ പ്രസിദ്ധമായിട്ടുള്ള കഥ അറിയാം. ആ ചരിത്ര സംഭവം നടന്ന ആ ഒരു ക്ഷേത്രം ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് അവിടെ വെച്ച് ഭാഗവതം എല്ലാ ദിവസവും വായിക്കും നമ്മുടെ പൂന്താനം നമ്പൂതിരിപ്പാട്. പിറ്റേന്ന് വന്ന് നോക്കുമ്പോൾ വായിച്ചു തുടങ്ങി ആ ഭാഗവത രസത്തിൽ ഇങ്ങനെ മുങ്ങിയിരിക്കുന്നത് കാരണം എവിടെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അങ്ങ് വായിച്ചങ്ങ് തുടങ്ങും. വായിച്ച് തുടങ്ങി തീർന്നപ്പോഴും മനസ്സിലായി, പക്ഷേ ഇന്നലെ ഇവിടെ തന്നെയല്ലേ നിർത്തിയത്. പിറ്റേന്ന് വന്ന് തുടങ്ങുമ്പോൾ ഇവിടെയോ അതേ തന്നെ. എന്നിട്ട് രാത്രിയിൽ എന്തോ മറന്നതിന് ശേഷം അതുകൊണ്ടൊന്ന് വന്ന് നോക്കിയപ്പോൾ എന്താ നടക്കുന്നത്? മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗമായിരുന്നു അത്. അങ്ങനെ മഹാദേവനും പാർവതി ദേവിയും കൂടെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർവതി ദേവി ആനന്ദിച്ചിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പാർവതി ദേവി മഹാദേവൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് എൻ്റെ ഭാഗവത വായന എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉടനെ പാർവതി ദേവി ചിരിച്ചിട്ട് പറഞ്ഞു, കൊള്ളാം, പക്ഷെ എന്നാലും പൂന്താനത്തിൻ്റെ അത്രയായിട്ടില്ല. അന്നേരം ഒന്ന് ആലോചിച്ച് പോകണം, ആരാണ് പൂന്താനം? അന്നേരം നമ്മുടെയൊക്കെ അഭിമാനമാണ് പൂന്താനം നമ്പൂതിരിപ്പാട്. നമ്മുടെ കേരള മണ്ണിൽ തന്നെ ഇത്രയും പരിശുദ്ധ ഭക്തൻ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇവിടെ തന്നെ നാരായണ പട്ടിത്തിരിപ്പാട് വന്നു, നമുക്കായിട്ട് ആ നാരായണീയം തന്നു. ലോകത്തിന് തന്നെ സംസ്കൃത പാണ്ഡിത്യത്തിൽ സംസ്കൃതം പഠിക്കുന്ന എല്ലാവർക്കും വലിയ ഒരു ഇൻസ്പിറേഷൻ, പ്രചോദനമാണ് നാരായണീയം എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മലയാളത്തിൻ്റെ അഭിമാനമാണ് പൂന്താനം കവി. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം സംസ്കൃതം കൊണ്ട് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പൂന്താനം നമ്പൂതിരിപ്പാട് മലയാളത്തിൽ പറയുന്നത്. എന്തുകൊണ്ട്? ഞാൻ അനുഭവിക്കുന്ന ആനന്ദം സാധാരണക്കാരിൽ വെച്ച് സാധാരണക്കാർക്ക് പോലും ലഭിക്കണമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു അനുകമ്പ, ആ ഒരു പരമമായിട്ടുള്ള കാരുണ്യമാണ് പൂന്താനം നമ്പൂതിരിപ്പാട് നൽകുന്നത്. നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ ശ്രീല പ്രഭുപാദജി നോക്കിയാലും ഇതേ കാരുണ്യമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം നോക്കിയപ്പോൾ 1947 നമുക്ക് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി. എല്ലാവരും പാശ്ചാത്യ ദേശത്തെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം.
ആർക്കും സനാതനധർമ്മത്തിൽ വിശ്വാസമില്ല, അതിനനുസരിച്ച് ജീവിക്കാൻ താല്പര്യമില്ല. എല്ലാവരും ഇംഗ്ലീഷിൽ കേട്ടെങ്കിലേ നമ്മുടെ സനാതനധർമ്മം സ്വീകരിക്കൂ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇംഗ്ലീഷുകാരിൽ നിന്ന് കേട്ടാലേ എല്ലാം സ്വീകരിക്കൂ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. കാരണം 150 വർഷം ഭരിച്ചതിന് ശേഷം നമുക്ക് എല്ലാം ഇംഗ്ലീഷിൽ നിന്ന് കിട്ടിയാലേ പറ്റൂ. മലയാളത്തിൽ പറഞ്ഞാൽ പുച്ഛം, ഹിന്ദിയിൽ പറഞ്ഞാൽ പുച്ഛം, സംസ്കൃതത്തിൽ പറഞ്ഞാൽ പുച്ഛം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വിശ്വാസം. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ തന്നെ പലയിടത്തും പോകുമ്പോൾ ചില സമയത്തൊക്കെ പുസ്തകോദ്ധരണം ചെയ്യുമ്പോൾ മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിപ്പോ സ്വാമി, ഇതൊക്കെ എന്തോ ഭിക്ഷ എടുക്കാൻ വേണ്ടി വരുന്നതെന്നൊക്കെ പറയും. പക്ഷെ അതേ സമയത്ത് അവിടെ ചെന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴോ എന്തൊരു റെസ്പെക്റ്റ് ആണെന്നറിയോ. ഓ സ്വാമി ഇരിക്കൂ, അകത്ത് ഓഫീസിനകത്ത് പോയി ഇരുത്തും. ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്ക് നല്ല എഡ്യൂക്കേറ്റഡ് സ്വാമിയാണ്. എന്നിട്ട് എന്നോട് ചോദിക്കും, നിങ്ങൾ ആശ്രമത്തിൽ വരുന്നതിന് മുമ്പ് എന്താണ്? ഞാൻ പറയും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്, 5 വർഷം ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് ഒറാക്കിളിന് വേണ്ടിയൊക്കെ. ഓ ഇത്രയും വലിയ പോസ്റ്റിലിരുന്ന ആളാണ്. സ്വാമിയാവാൻ വലിയ പോസ്റ്റിൽ ഇരുന്നിട്ട് വന്നാലേ പറ്റൂന്നുണ്ടോ? അതെവിടെയാണ് എഴുതിയിട്ടുള്ളത്? വലിയ പോസ്റ്റിലൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല ഇതിനു വേണ്ടി. വലിയ എന്തോ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞ് സ്വാമിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. എഞ്ചിനീയർ ആകുന്നത് എഞ്ചിനീയറിങ്ങിന് വേണ്ടിയാണ്, അല്ലാതെ സ്വാമിയാകാൻ വേണ്ടിയാണ്. സ്വാമിയാകാൻ എന്താണ് ക്വാളിഫിക്കേഷൻ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ആരാണോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചത് അവനാണ് യഥാർത്ഥ സ്വാമി. അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് പോലും മലയാളത്തിൽ പറഞ്ഞാൽ പുച്ഛം, സംസ്കൃതത്തിൽ പറഞ്ഞാൽ പുച്ഛം. പക്ഷെ അതേ സമയത്ത് എന്തോ വലിയ പോസ്റ്റിൽ ഇരുന്നിട്ട് തിരിച്ചു വന്നതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഓ ഇത്രയും വലിയ പോസ്റ്റിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്വാമി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവിധ റെസ്പെക്റ്റുമാണ്. നമ്മുടെ ഇതൊക്കെ എന്താണ്? നമ്മൾ ചിന്തിക്കണം. യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടുന്നതെന്ന് ചിന്തിക്കണം. നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ പഠിക്കണം. ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞ ശ്രീല പ്രഭുപാദ് എന്ത് ചെയ്തു? ഏത് ഭാഷയാണോ നമ്മുടെ ഭാരതീയർ മനസ്സിലാക്കുന്നത് അതേ ഭാഷയിൽ തന്നെ പഠിപ്പിക്കാം. എല്ലാവർക്കും ഇംഗ്ലീഷുകാരുടെ മുഖത്തിൽ നിന്ന് കേട്ടാലേ നമ്മുടെ സനാതനധർമ്മം സ്വീകരിക്കൂ എങ്കിൽ ഇംഗ്ലീഷുകാരെ ഞാൻ നിരത്തി നിർത്താം. 1000കണക്കിന് ശിഷ്യന്മാരെ ഞാൻ ഉണ്ടാക്കും ഇംഗ്ലീഷുകാരെ. അതും ഏറ്റവും കൂടുതൽ വലിയ വലിയ പോസ്റ്റുകളിൽ ഇരുന്ന് അവരെ തന്നെ ഞാൻ ശിഷ്യരാക്കും എന്ന് പറഞ്ഞ് ആ ഒരു യഥാർത്ഥ ഭാരതീയൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. കാരണം അന്ന് ഇംഗ്ലീഷുകാർ പോലും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയമാണ്. അന്നേരം പ്രഭുപാദ് വിചാരിച്ചു ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്കയിൽ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള പ്രഭാഷണമൊക്കെ കേട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മൾ പൂന്താനം നമ്പൂതിരിപ്പാട് എങ്ങനെയാണോ മലയാളത്തിൽ എഴുതുന്നത് അതേപോലെ ശ്രീല പ്രഭുപാദ്ജി സിമ്പിൾ ഇംഗ്ലീഷ് അറിയാവുന്ന ആരും. പൊതുവേ അമേരിക്കൻ ഇംഗ്ലീഷും UK ഇംഗ്ലീഷും എല്ലാം വ്യത്യസ്തമാണ്. ചൈനീസ് ആണെങ്കിൽ ചൈനീസ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ, റഷ്യൻ അവരെ അക്സെപ്റ്റ് ചെയ്യും, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ശ്രീല പ്രഭുപാദ്ജിയുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്കും മനസ്സിലാവും, അമേരിക്കക്കാർക്കും മനസ്സിലാവും, നോർത്ത് അമേരിക്കനും മനസ്സിലാവും, സൗത്ത് അമേരിക്കൻ മനസ്സിലാവും, ആഫ്രിക്കനും മനസ്സിലാവും, റഷ്യക്കാർക്ക് മനസ്സിലാവും. യൂണിവേഴ്സൽ ഇംഗ്ലീഷാണ് പ്രഭുപാദിൻ്റെ. അതിലുള്ള പല പല ഇംഗ്ലീഷ് പദങ്ങളും ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ചേർക്കപ്പെട്ടു ശ്രീല പ്രഭുപാദ്ജിയുടെ ഗ്രന്ഥങ്ങൾ അത്രയ്ക്ക് പോപ്പുലർ ആയതുകൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ഇങ്ങനെ ഒരു പദം ഇംഗ്ലീഷിൽ ഇല്ലായിരുന്നു. ഇതിൻ്റെ അർത്ഥം ഇന്ദ്രിയ സംതൃപ്തി. അന്നേരം സംസ്കൃതത്തിലുള്ള പല പദങ്ങൾക്കും ഇംഗ്ലീഷിൽ പര്യായ പദങ്ങളില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പരമദിവ്യോത്തമ പുരുഷൻ, ഇതാണ് പുരുഷോത്തമ യോഗ എന്ന് പറയുന്ന ആ ശ്രീമദ് ഭഗവത്ഗീതയിൽ വരുന്ന ഒരു വാക്കാണ് പരമദിവ്യോത്തമ പുരുഷൻ. എന്നിട്ട് അതിനായിട്ട് പ്രഭുപാദ് രചിച്ച വേർഡാണ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. ഇങ്ങനൊരു വാക്കേ ഇല്ല ഇംഗ്ലീഷിൽ. അങ്ങനെ എത്രയോ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അതിൽ ചേർക്കപ്പെട്ടു. അതാണ് ആചാര്യന്മാർ, അവരുടെ ഹൃദയം. അവർ സത്യത്തെ മനസ്സിലാക്കിയത് കൊണ്ട് അവർക്ക് സാധാരണക്കാർക്ക് സാധാരണ രീതിയിൽ വളരെ ലളിതമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഐൻസ്റ്റൈൻ പറയുന്നു, നമുക്ക് എങ്ങനെ അറിയാം ഒരാൾക്ക് സയൻസിൽ എത്രത്തോളം പ്രാഗൽഭ്യം ഉണ്ടെന്ന്? ഒരു മിനിറ്റ്, നിങ്ങൾക്കായിട്ടൊരു മനോഹര കാഴ്ചയുണ്ട്, നോക്കൂ.
സന്തോഷമായില്ലേ? ഇത് സാക്ഷാൽ ഭഗവാനെ ചുമക്കുന്ന ഗജൻ. ഇവരൊക്കെയാണ് ഭാഗ്യശാലികൾ. ഭഗവാനെ സ്പർശിക്കാൻ പറ്റും എപ്പോഴും. അന്നേരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു വിഷയത്തിൽ എത്രത്തോളം പ്രാഗൽഭ്യമുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ആ ഒരു വിഷയത്തെക്കുറിച്ച് സാധാരണക്കാരിൽ വെച്ച് സാധാരണക്കാർക്ക് പോലും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പാണ്ഡിത്യം വേണം. അതിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ശ്രീല പ്രഭുപാദിയുടെ നമ്മൾ നോക്കുമ്പോൾ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചോദിക്കും, വലിയ വലിയ ഡൗട്ട്സൊക്കെ ചോദിക്കും. അന്നേരം ശ്രീല പ്രഭുപാദി എത്ര സിമ്പിൾ ഭാഷയിലാണ് അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയാം. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം. അതാണ് നമ്മൾ പൂന്താനം നമ്പൂതിരിപ്പാടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ വലിയ വേദാന്ത തത്വമൊക്കെ ജ്ഞാനപ്പാനയിൽ വളരെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാം? ഇത് ഞാൻ പലപ്പോഴും നേരത്തെ ഒരു കഥ പറഞ്ഞിരുന്നു. ഒരു ഇംഗ്ലീഷുകാരൻ ആദ്യമായിട്ട് ചക്ക കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. ചക്കയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ചക്ക ഇതുവരെ കഴിച്ചിട്ടില്ല. അങ്ങനെ നാട്ടിൽ വന്ന് ഒരു മലയാളിയുടെ അടുത്ത് എത്തി. അദ്ദേഹം എന്ത് ചെയ്തു? ചക്ക കഴിക്കണമെന്ന് മനസ്സിലായപ്പോൾ ആ ഒരു മലയാളി എന്ത് ചെയ്തു? ആ ചക്കയുടെ ഇതൊക്കെ തോടൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചുളയെടുത്തതിന് ശേഷം നേരെ ആ ഒരു ഇംഗ്ലീഷുകാരനെ കൊടുത്തപ്പോൾ പറഞ്ഞു, ഇതൊന്നുമല്ല ഞാൻ ആഗ്രഹിച്ചത്. ചക്ക എന്ന് പറഞ്ഞാൽ വലിയ സാധനമാണ്, മുള്ളൊക്കെ ഉള്ള വലിയ തോടുള്ള ഇതൊക്കെയാണെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ സ്വഭാവം. ജ്ഞാനപ്പാനെ പോലെ വളരെ സിമ്പിളായിട്ട് വേദാന്തം ഉപനിഷത്തിൻ്റെ എല്ലാം തത്വം അരച്ച് കലക്കി ഒരു ജ്യൂസായിട്ട് ഒരു ഷാർജയായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുവാണ്. പക്ഷെ നമുക്ക് കുടിക്കാൻ മടിയാണ്. നമ്മളതെന്താണ്, കൊള്ളാം കേട്ടോ, കാണാൻ നല്ല കളർ, അങ്ങനെ തന്നെ വെച്ചേക്കുവാണ്. എല്ലാവരും ജ്ഞാനപ്പാന പാടും, പക്ഷെ ആരും അത് കുടിക്കാൻ തയ്യാറല്ല. ആ ജ്ഞാനപ്പാനെ ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ബോധം ഉണരും, ആത്മീയ തലം ഉണരും. ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റും. ആ ജ്ഞാനപ്പാനം മാത്രം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആചരിച്ചു നോക്കൂ. ആ രത്നത്തെ ഒന്ന് സ്വീകരിച്ചു നോക്കൂ. പിന്നെ വേറൊരു രത്നവും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും അമൂല്യമായിട്ടുള്ള നിധിയാണ് നമ്മുടെ ജ്ഞാനപ്പാനയിലൂടെ നമ്മുടെ പൂന്താനം നമ്പൂതിരിപ്പാട് നമുക്ക് നൽകിയിരിക്കുന്നത്. അത് നമ്മൾ സ്വീകരിക്കണം. ഇന്ന് പ്രത്യേകിച്ച് ആ ഒരു ദിനത്തിൽ നമുക്ക് ചില ശ്ലോകങ്ങളൊക്കെ എടുത്ത് നോക്കാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു സാക്ഷാത്കാരത്തെക്കുറിച്ച് പറയുന്നത് നോക്കണേ. വിശ്വനാഥൻ്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. അവനീ തലപാലനത്തിനല്ലോ അവതാരങ്ങൾ പലതോർക്കുമ്പോൾ, അതുകൊണ്ട് വിശേഷിച്ചും ഭൂലോകം 14 ഉത്തമം എന്നല്ലോ. വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ പറയുവാണ്. ലവണാംബുദ മധ്യേ വിളങ്ങുന്ന ജംബൂദ്വീപ് ഒരു യോജന ലക്ഷവും. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് എല്ലാവർക്കും അറിയാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഭാഗവത ആചാര്യന്മാരോട് ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കുക. ഭൂമി എവിടെയാണെന്ന് ചോദിച്ചു നോക്കുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ശ്രീമദ് ഭാഗവത്തിൽ അവർക്ക് എത്രത്തോളം ഗ്രാഹ്യമുണ്ടെന്ന്. എത്ര ക്ലിയർ ആയിട്ടാണ് ജംബൂദ്വീപം 1,00,000 യോജനയാണെന്ന് അവിടെ പറയുന്നത്. ലവണസാഗരത്തിന് നടുക്കാണ് ജംബൂദ്വീപം എന്ന് പറയുന്നത്. നോക്ക്, ഇതാണ് പൂന്താനം നമ്പൂതിരിപ്പാട്. കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷെ ഉള്ളൊരു സാഗരമാണ്. ഭക്തി എന്ന് പറയുമ്പോൾ സാധാരണ ഭക്തിയല്ല. ആ ഭക്തി എന്ന് പറയുമ്പോൾ പാണ്ഡിത്യം ഇല്ലെന്നല്ല. നാരായണ ഭട്ടതിരിപ്പാടിനെക്കാട്ടിയും പ്രഗത്ഭൻ പാണ്ഡിത്യമുള്ള ആളാണ് പൂന്താനം നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ആരുടെ മുമ്പിലും കാണിക്കാറില്ല എന്നേ ഉള്ളൂ. ഇതാണ് ഒരു ഭക്തൻ്റെ പ്രത്യേകത. സത്യം പറഞ്ഞാൽ പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ മുമ്പിൽ മേൽപ്പത്തൂർ ഒന്നുമല്ല. പക്ഷെ ഭഗവാൻ അവിടെ ഭക്തിക്ക് മുൻതൂക്കം കാണിച്ചു എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഭക്തി ഉള്ളവർക്ക് പാണ്ഡിത്യമില്ല എന്നല്ല. ഭഗവാന് പാണ്ഡിത്യം താല്പര്യമില്ല. മഹാപണ്ഡിതനല്ലേ ഭഗവാൻ. ഭഗവാൻ എന്തിനാണ് പാണ്ഡിത്യത്തിൻ്റെ ആവശ്യം? പക്ഷെ ഭഗവാൻ ആഗ്രഹിക്കുന്ന ഭക്തിയാണ്. ഭക്തി ഇല്ലാത്ത പാണ്ഡിത്യം കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്നാണ് ഭഗവാൻ അവിടെ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം പൂന്താനത്തിന് പാണ്ഡിത്യം ഇല്ലെന്നല്ല. പൂന്താനം മഹാപണ്ഡിതനാണ്. ഈ ഒറ്റ ശ്ലോകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
എത്രയോ കാലമായിട്ട് നമ്മൾ ജ്ഞാനപ്പാന കേൾക്കുന്നതാണ്. ഇതെപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ലവണാംബുദ മധ്യേ വിളങ്ങുന്ന ജംബൂദ്വീപ് ഒരു യോജന ലക്ഷവും. നമ്മളിത് തത്ത പറയുന്ന പോലെ പറയും, തത്തമേ പൂച്ച പൂച്ച, തത്തമേ പൂച്ച പൂച്ച. എപ്പോഴെങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു വാക്കെങ്കിലും അറിയാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്ന് നമ്മൾ ഇതിൻ്റെ ഓരോ അർത്ഥങ്ങളും, പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയുടെ ഓരോ അർത്ഥങ്ങളും കണ്ടുപിടിക്കുന്നോ, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നോ, വേറൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മാത്രം പഠിച്ചാൽ മതി. ഈ ഒറ്റ ശ്ലോകത്തിലെല്ലാം ഉണ്ട്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പൂന്താനം നമ്പൂതിരിപ്പാടിന് എത്രത്തോളം പാണ്ഡിത്യമുണ്ടെന്ന്. ലവണാംബുദ മധ്യേ വിളങ്ങുന്ന ജംബൂദ്വീപ് ഒരു യോജന ലക്ഷവും, സപ്തദ്വീപുകൾ ഉണ്ടതിൽ എത്രയും ഉത്തമം എന്ന് വാഴ്ത്തുന്നത് പിന്നെയും. ആലോചിച്ച് നോക്കണം, ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ശ്രീല പ്രഭുപാദ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടി കൂടുതൽ കാരുണ്യം കാട്ടി നമ്മുടെ ശ്രീല പ്രഭുപാദ് നമുക്ക് പിക്ചറായിട്ട് എല്ലാം വരച്ചു തരുന്നത് മാതിരിയാണ് ഓരോ ശ്ലോകങ്ങളും തരുന്നത്. പൂന്താനം നമ്പൂതിരിപ്പാട് എന്ത് ചെയ്തു? ഇത്രയൊന്നും വായിക്കാൻ മടിയന്മാരായിരിക്കും, അവർക്ക് വേണ്ടി എല്ലാം കൂടെ ചുരുക്കത്തിൽ എഴുതി തന്നിരിക്കുകയാണ് ജ്ഞാനപ്പാന. അന്നേരം പ്രഭുപാദ്ജിക്ക് കൂടുതൽ കാരുണ്യം ഉണ്ടായതുകൊണ്ട് പ്രഭുപാദ് എന്ത് ചെയ്തു? ഈ ജ്ഞാനപ്പാന തന്നെ വിസ്തരിച്ചു എന്ന് തന്നെ പറയാം. പൂന്താനം നമ്പൂതിരിപ്പാട് ആ ശ്രീമദ് ഭാഗവത്തിലെ ശ്ലോകങ്ങളെല്ലാം ചുരുക്കി എഴുതിയതാണ് ജ്ഞാനപ്പാന. അതായത് 12 സ്കന്ധങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റയടിക്ക് തരികയാണ് ജ്ഞാനപ്പാനയിൽ. സാക്ഷാൽ ഭാഗവതം തന്നെയാണ് ജ്ഞാനപ്പാന. അന്നേരം ശ്രീല പ്രഭുപാദ് എന്ത് ചെയ്തു? ഓരോ ശ്ലോകത്തിലും അതേ ജ്ഞാനപ്പാനയെ വിസ്തരിക്കുകയാണ്. ഇപ്പൊ ഈ ജ്ഞാനപ്പാനയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലവണാംബുദ മധ്യേ വിളങ്ങുന്ന ജംബൂദ്വീപ് ഒരു യോജന ലക്ഷം. ജംബൂദ്വീപ് എത്ര യോജന നീളം ഇത് വ്യാപ്തി ഉണ്ടെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നു. അന്നേരം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് പൂന്താനം നമ്പൂതിരിപ്പാടിന് ജ്ഞാനമില്ലെന്ന്. അദ്ദേഹം മഹാപണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യം ഒരിക്കലും അദ്ദേഹം എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ കാണിക്കാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന് ഭഗവാന്റെ ഭക്തി മാത്രം മതി, ആരുടെയും പേരും പ്രശസ്തിയും വേണ്ട എന്നൊരു മനസ്സോടുകൂടി ഇരിക്കുന്നതാണ്. ഇനി അടുത്ത എന്താണ്? ഭൂപത്മത്തിന് കർണകിയായിട്ട്. ഭൂപത്മം എന്നാണ് പറയുന്നത്. ആ വാക്കുകളുടെ അർത്ഥം നോക്കണേ. നമ്മൾ പലപ്പോഴും പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ജ്ഞാനപ്പാന മലയാളം പഠിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഓരോ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന്, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭൂമണ്ഡലം യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് പത്മം മാതിരിയാണ്. ഈ 7 സമുദ്രങ്ങൾ 7 ദ്വീപും ഇങ്ങനെ പത്മം മാതിരിയാണ് ഇരിക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇതിൽ 9 ഖണ്ഡങ്ങളുണ്ടല്ലോ. ഞാൻ പലപ്പോഴും മുൻ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ജംബൂദ്വീപ് നടുക്ക്, ജംബൂദ്വീപിൻ്റെ ദക്ഷിണ ഭാഗത്തായിട്ട്, ജംബൂദ്വീപിൻ്റെ നടുക്കാണ് സുമേരു പർവ്വതം. ആ സുമേരു പർവ്വതത്തിൻ്റെ ദക്ഷിണ ഭാഗത്തായിട്ടാണ് ഈ ഭാരതവർഷം. ഇവിടെ പറയുന്നുണ്ടോ? ഭാരതവർഷത്തെ 9 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്ലിയർ ആയിട്ട് ആരാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പല ഭാഗവത ആചാര്യന്മാരും കാണും. പക്ഷേ ഈ ഒരു കാര്യം അവർ ഫോക്കസ് ചെയ്യാറില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ ജ്ഞാനപ്പാന എടുക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്താണ്? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കാരണം ഇത് ഡീപ്പ് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തവർ കുറഞ്ഞ പക്ഷം നാമെങ്കിലും ജപിക്കൂ. നാമം ജപിച്ചെങ്കിൽ രക്ഷപ്പെടൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. നാമം ജപിച്ച് നമ്മുടെ ഹൃദയം പരിശുദ്ധമാകട്ടെ. അതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇത്രയും ബുദ്ധിപരമായിട്ടുള്ള ഒരു പണ്ഡിതനെ ഈ ലോകത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല ആ കാലഘട്ടത്തിൽ. പൂന്താനം കഴിഞ്ഞാൽ പിന്നെ ഈ കാലയളവിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ശ്രീല പ്രഭുപാദ്ജിയാണ്. കാരണം നല്ല പണ്ഡിതന്മാരെയും യോഗ്യരായിട്ടുള്ളവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമില്ല. യോഗ്യത ഇല്ലാത്തവർക്ക് ഭഗവത് തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഭഗവത് സാക്ഷാത്കാരം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ പണ്ഡിതൻ. പൊതുവെ IIT-യിലൊക്കെ കയറണമെങ്കിൽ എന്താണ്? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവിടെ കയറ്റത്തുള്ളൂ. യോഗ്യരല്ലാത്തവരെ കയറ്റത്തില്ല. എൻട്രൻസ് പരീക്ഷ അതൊക്കെ ഉണ്ട്. പക്ഷേ പൂന്താനം നമ്പൂതിരിപ്പാടൊക്കെ എത്ര സിമ്പിളായിട്ടാണ് മലയാളത്തിൽ ആ ഒരു വലിയ വലിയ തത്വങ്ങൾ എഴുതിയത്. ശ്രീല പ്രഭുപാദ്ജി നോക്കി ഏറ്റവും സിമ്പിളായിട്ട് നല്ലതുപോലെ ശ്രീല പ്രഭുപാദ്ജിയുടെ ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചാൽ മതി, എല്ലാ ഭഗവത് തത്വങ്ങളും മനസ്സിലാവും. ഏത് വലിയ പൊട്ടനാണെങ്കിലും അവനും മനസ്സിലാവും. ആലോചിച്ചു, കൊച്ചു കുട്ടി വരെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഏതെങ്കിലും ഒരു പേജ് വായിച്ചാൽ മതി, അവന് പിന്നെ
ഈശ്വരനെക്കുറിച്ച് ഒരു കൺഫ്യൂഷനും ഇല്ല. ഉറച്ച വിശ്വാസമാണ് ഈശ്വരൻ ആരാണ്. അതാണ് വലിയ പണ്ഡിതന്മാരുടെ പാണ്ഡിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ സംസ്കൃത ശ്ലോകം പറയുന്നതിലോ അല്ലെങ്കിൽ ഞാൻ പണ്ഡിതനാണെന്ന് അഭിനയിക്കുന്നതിലോ കാര്യമില്ല. ആ ഒരു തത്വം ഏറ്റവും സിമ്പിളായിട്ട് സാധാരണക്കാരിൽ വെച്ച് സാധാരണക്കാർക്കും എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നോ അതിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം പാണ്ഡിത്യം ആ ഒരു വിഷയത്തിലുണ്ടെന്ന്, ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഭഗവാനെ തൊട്ടറിഞ്ഞിട്ടുണ്ടെന്ന്. ഭഗവാനെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഒരു സ്പർശനം സാധാരണക്കാർക്ക് പോലും കൊടുക്കാൻ പറ്റൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് പൂന്താനം നമ്പൂതിരിപ്പാടിൻ്റെ മഹത്വം. അതാണ് ശ്രീല പ്രഭുപാദ്ജിയുടെ മഹത്വം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്ത് പറയാനാണ്. ഒരു ദിവസം നമുക്ക് ജ്ഞാനപ്പാനെ കുറിച്ച് തന്നെ ഒരു ക്ലാസ് എടുക്കാം. അതിൽ അതിമനോഹരമായിട്ട് ഭാഗവത്തിലെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ക്ലാസ്സിലൊന്നും തീരത്തില്ല. ഇതിൽ ഒരു വാക്കിനെ കുറിച്ച് തന്നെ എത്ര വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഇനി നോക്കൂ, ഇനി പറയുന്നു, കലികാലത്ത് ഭാരതഖണ്ഡത്തെ കലിതാദരം കൈവണങ്ങിയിടുന്നു. കലിയുഗത്തെ ദേവന്മാർ പോലും ആദരിക്കുന്നു, നമസ്കരിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ഈ കലിയുഗത്തിൽ പുല്ലായിട്ടെങ്കിലും ജനിച്ച ഏറ്റവും വലിയ മഹത്വമാണെന്ന്. യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഇത്രയും നല്ലൊരു കലിയുഗത്തിൽ, അതിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്രയും മോശമായിട്ടുള്ള കലിയുഗത്തിൽ, കലിയർ ദോഷൻ ഇതേ രാജൻ, ദോഷത്തിൻ്റെ ഒരു സമുദ്രമാണ് കലി. പക്ഷെ എന്നിട്ടും ഹരിയുടെ നാമം ജപിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നേരെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താണ്? പൂന്താനം നമ്പൂതിരിപ്പാട് എല്ലാം അറിയുന്നു. ആ ഒരു ചൈതന്യ മഹാപ്രഭുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അദ്ദേഹം തിരിച്ചറിയുന്നു. ലോകമെമ്പാടും വലിയ ഒരു വിപ്ലവം നടക്കുന്നതായിട്ട് അദ്ദേഹം മുൻകൂട്ടി അറിയുന്നുണ്ട്. ആ ഒരു നാമജപത്തിലൂടെ നേരെ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്തത് എന്താണ്? തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. എല്ലാവരും ജ്ഞാനപ്പാന പാടിക്കൊണ്ടേയിരിക്കുന്നു. രാഗം, നല്ല ഈണം, കേൾക്കാൻ നല്ല സുഖം. സുഖത്തിന് വേണ്ടിയല്ല, യഥാർത്ഥ ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ജ്ഞാനപ്പാന എപ്പോഴാണ് എഴുതിയത്? ആനന്ദിച്ചുകൊണ്ടാണോ പൂന്താനം എഴുതിയത്? ആകെ ഒരു മകനെ ആഗ്രഹിച്ചു. ആ ഒരു മകൻ നഷ്ടപ്പെട്ടപ്പോൾ ഭഗവാനോടുള്ള ആ ഒരു സ്നേഹം, ഭഗവാനോടുള്ള ആ ഒരു ഭക്തി, മകൻ പോയ ഒരു വിഷമം, ഈ ഭൗതിക ലോകത്തിൻ്റെ ദുഃഖാലയമാണെന്ന് ആ ഒരു അനുഭവിച്ചറിഞ്ഞ തത്വം അദ്ദേഹം പാടുകയാണ്. ആക്ച്വലി പാടുകയല്ല, കരയുകയാണ്. അദ്ദേഹത്തിൻ്റെ കരച്ചിലാണ് ഈ ജ്ഞാനപ്പാന എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ദുഃഖമാണ്. ഇവിടെ കണ്ടോ, അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിൽ ഇത് കാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഇത് ആനന്ദമാണോ? ദുഃഖമാണ്, വിരഹമാണ്. എനിക്ക് കിട്ടുന്ന ഭാഗ്യം ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല കൃഷ്ണ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട് മൂഢന്മാർ ഇപ്പോഴും ജപിക്കുന്നില്ല? ഇത് തന്നെയാണ് ശങ്കരാചാര്യൻ പറയുന്നത്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, പൂന്താനത്തിൻ്റെ ലെവൽ എന്താണെന്ന് മനസ്സിലാകും. ശങ്കരാചാര്യരെ പോലെയാണ് സംസാരിക്കുന്നത്. സാധാരണ വ്യക്തിയാണോ പൂന്താനം? സാധാരണ വ്യക്തിയല്ല. ആരും തിരിച്ചറിയുന്നില്ല പൂന്താനത്തിൻ്റെ ലെവൽ. എല്ലാവരും പറയും, പാവം ബ്രാഹ്മണൻ കേട്ടോ, ഒരുപാട് പണ്ഡിത്വമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, പക്ഷെ ഭയങ്കര ഭക്തിയായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, പണ്ഡിത്യത്തെക്കാട്ടിയും എനിക്കിഷ്ടം ഭക്തിയാണെന്ന് പറഞ്ഞു. പാണ്ഡിത്യത്തെക്കാട്ടിയും ഭക്തിയാണ് ഇഷ്ടമെന്ന് ഭഗവാൻ പറഞ്ഞു. പക്ഷെ ഭഗവാൻ പറഞ്ഞില്ല പൂന്താനത്തിന് പാണ്ഡിത്യം ഇല്ലെന്ന്. നാരായണ ഭട്ടതിരിപ്പാടിനെക്കാട്ടിയും പാണ്ഡിത്യം കൂടുതലുണ്ട് പൂന്താനം നമ്പൂതിരിപ്പാടിന്. അതുകൂടാതെ ഭക്തിയും കൂടെ ഉണ്ട്. പക്ഷെ ഭഗവാന് പാണ്ഡിത്യം വേണ്ട, ഭക്തി മതി. അതാണ് കൃഷ്ണൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ജ്ഞാനപ്പാനയിൽ പാണ്ഡിത്യം ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് വായിച്ചപ്പോൾ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇത്രയ്ക്ക് തത്വമോ? നിങ്ങൾ നാരായണി നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും തത്വം ഇല്ല നാരായണീയത്തിൽ. നാരായണീയത്തിൽ ലീലകൾ മാത്രമേ ഉള്ളൂ, ചരിത്രമാണ് കൂടുതലുള്ളത്, തത്വം വളരെ കുറച്ചാണ്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന ആദ്യം മുതൽ അവസാനം എടുത്ത് നോക്കൂ. തത്വം 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 തത്വം. വലിയ വലിയ തത്വങ്ങൾ ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ്. ഇതിൽ പരം പാണ്ഡിത്യം എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്?
എപ്പോഴും പൂന്താനത്തെ പ്രകീർത്തിക്കുന്നത് പൂന്താനത്തിൻ്റെ ഭക്തി, പൂന്താനത്ത് പാണ്ഡിത്യമൊന്നുമില്ല, പക്ഷേ ഭയങ്കര ഭക്തനാണ് കേട്ടോ. ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതനാണ്. അവ എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞു നടക്കാറില്ല പണ്ഡിതനാണെന്ന്. അവനാണ് യഥാർത്ഥ പണ്ഡിതൻ. പണ്ഡിത സമദർശിന. അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ നോക്കൂ, നിങ്ങൾ ഒന്നും വായിക്കണ്ട, നാരായണീയം വായിക്കണ്ട, ഭാഗവതവും വായിക്കണ്ട, ഭഗവത്ഗീതയും വായിക്കണ്ട, ജ്ഞാനപ്പാനം മാത്രം ഒന്ന് വായിച്ചു. അതിൽ ഓരോ വാക്കും സ്കാൻ ചെയ്ത് നോക്കൂ, അതിലെ അർത്ഥം എന്താണെന്ന്. പക്ഷെ നമ്മുടെ എല്ലാം പ്രശ്നമായ ഇംഗ്ലീഷുകാരനെ പോലെയാണ്. ചക്ക ചുളയെല്ലാം ഈ കുരുവെല്ലാം കളഞ്ഞിട്ട് നല്ല സിമ്പിളായിട്ട് നമ്മുടെ ഈ തന്നാൽ നമുക്ക് കഴിക്കാൻ മടിയാണ്. നമുക്ക് എന്താണ്? അല്ലല്ല, നമ്മൾ മരത്തിൽ കയറി, പ്ലാവിൽ കയറി ആ ഒരു ചക്ക അടത്തിയിടണം, എന്നിട്ട് നമ്മൾ കയ്യിലൊക്കെ അരക്കായാലേ നമുക്ക് ഇഷ്ടപ്പെടൂ. അതേപോലെ വേദങ്ങളിനകത്തൊക്കെ നമ്മൾ പോകണം, ഉപനിഷത്ത് പഠിക്കണം. എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത്? നമ്മളെല്ലാം തിരക്കുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുവല്ലേ. ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത്? ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു, ജ്ഞാനപ്പാനം നല്ലപോലെ പഠിക്കൂ. എന്നിട്ട് നിങ്ങൾ ഭഗവത്ഗീത ഭാഗവതം പഠിച്ചു നോക്കൂ, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ശ്ലോകങ്ങൾ ചുമ്മാ പഠിച്ചതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഭജഗോവിന്ദം ഭജഗോവിന്ദം മൂഢമധേ എന്നാണ് ശങ്കരാചാര്യ പറയുന്നത്. അദ്ദേഹം അമ്മയെ നേരെ വൈകുണ്ഠത്തിലേക്ക് അയച്ചതിന് ശേഷം പുറത്തു വന്നപ്പോൾ 80 വയസ്സുള്ള ആ ഒരു വൃദ്ധൻ സംസ്കൃത വ്യാകരണം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. അന്നേരം എങ്ങനെയാണോ ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ എന്ന് ഓർത്തിട്ട് ആർക്ക്? അദ്ദേഹത്തിന്റെ മകൻ പോയതിന്റെ വിഷമമാണോ? ഒരിക്കലും ഇല്ല. അദ്ദേഹം ഇവിടെ തന്നെ പറയുന്നില്ല, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ വേറൊരു കുട്ടിയും വേണ്ട എന്ന് പറഞ്ഞ ആളാണ് പറയുന്നത്. ഇവർക്ക് ഭാഗ്യമില്ലാതായി പോയല്ലോ, ഇത്രയും ഭാഗ്യം ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ, ഞാൻ അനുഭവിക്കുന്ന ഭാഗ്യം എന്തുകൊണ്ട് ഈ മണ്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല എന്ന ഒരു വിരഹവും ആണ് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് നോക്കൂ, ഇനി അടുത്തത് പറയുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, ഇത് നമ്മളും പലപ്പോഴും കേട്ടതാണ്, പക്ഷെ കേൾക്കാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, ആ ശബ്ദമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കേൾക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ ഇവിടെയാണ് എൻ്റെ മനസ്സ്. അതേപോലെ നമ്മൾ ജ്ഞാനപ്പാനയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഒരാൾ വന്ന്, ഇത് പൂന്താനത്തിൻ്റെ കുലദൈവമായിട്ടുള്ള സാക്ഷാൽ വിഷ്ണു ക്ഷേത്രമാണ്. ഇവിടെ തന്നെ ഭഗവാൻ ഉണ്ണികൃഷ്ണൻ ദർശനം കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. എപ്പോഴെങ്കിലും നിങ്ങളിവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും വരണം. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇതിൻ്റെ അടുത്താണ് പൂന്താനത്തിൻ്റെ ഇല്ലം. ഇവിടുന്നാണ് പൂന്താനം നേരെ വൈകുണ്ഠത്തിലേക്ക് പോയത്. ഭഗവാന്റെ വൈകുണ്ഠത്തിൽ നിന്ന് വിമാനം വന്ന സ്ഥലമാണ് പൂന്താനത്തിൻ്റെ ഇല്ലം. അവിടെ നിന്നാണ് പൂന്താനം പോയത്. ഉടലോടുകൂടി പോയി. കാരണം ആ ശരീരത്തിൽ അശുദ്ധമായിട്ടൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ഉടലോടുകൂടി പോവാത്തവരെല്ലാം അശുദ്ധിയാണെന്നല്ല ആണോ? ആചാര്യന്മാർ പോകുമ്പോൾ അവരൊരിക്കലും ഉടലോടെ പോകത്തില്ല. കാരണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഇങ്ങനെ ഒരാൾ വന്നിട്ടില്ല എന്ന് തന്നെ പറയും. ഇടയ്ക്ക് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പൂന്താനത്തെ പോലെ ഒരാൾ ഇല്ലായിരുന്നു, അതൊക്കെ സാങ്കല്പികമാണെന്ന് പറയും. എന്തൊക്കെ ആൾക്കാരാണെന്ന് അറിയത്തില്ല. ഏതെങ്കിലും രീതിയിൽ ഭഗവത് തത്വം സ്വീകരിച്ച് ജീവിതം രക്ഷപ്പെടുത്താൻ നോക്കാതിരിക്കുക. അതിന് പകരം നമ്മൾ എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ഇവിടെ നോക്കൂ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ, ചെമ്മേ നന്നായി നിരൂപിനെല്ലാവരും. നമ്മളെല്ലാം മനുഷ്യരല്ലേ, മനുഷ്യരെ പോലെ ജീവിച്ചൂടെ? ഹരിനാമങ്ങളില്ലാതെ പോകയോ, നരകങ്ങളിൽ പേടി കുറയോ. എത്ര മനോഹരമാണ് നോക്കണേ. നമ്മൾ ഹരിനാമം ജപിച്ചില്ലെങ്കിൽ നരകത്തെ പേടിയില്ലേ? ഇത് ശ്രീമദ് ഭാഗവതത്തിലെ നരകവർണ്ണനെ കുറിച്ച് ഓർക്കുവാണ് പൂന്താനം നമ്പൂതിരിപ്പാട്. ഇത്രയധികം നരകങ്ങളിൽ പോകേണ്ടി വരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്കെല്ലാം ദർശനം കിട്ടി. സാക്ഷാൽ ഭഗവാൻ ദാണ്ടെ ആനപ്പുറത്ത് കയറി. നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യം. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ ഭഗവാനെ ഇവിടെ കാണാൻ വന്നപ്പോൾ ഭാഗവതം കേൾക്കുന്നതുകൊണ്ട് ഭഗവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ദർശനം കിട്ടി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ കണ്ടിട്ട് ഓടി വന്നതാണ്. കണ്ടോ, സാക്ഷാൽ ഭഗവാൻ പുറത്തിറങ്ങി വന്നു. എല്ലാം പൂന്താനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അന്നേരം പൂന്താനത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവത്തില്ല. എത്ര ജന്മം പ്രയാസപ്പെട്ടീ കാലം, അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും, നമ്മൾ എത്ര ജന്മത്തിൽ മലത്തിലെ കീടാണുമായിരുന്നു എന്നറിയാം.
എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, നമ്മളെല്ലാം ജലജീവികളായിട്ടും ജനിച്ചു എത്രയോ കാലം. അടുത്ത എന്താണ് പറയുന്നത്? എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മരങ്ങളായി നിന്നതും, എത്ര ജന്മം മരിച്ചു നടന്നതും, എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി. അത്ര വന്നിട്ട് ഈ വണ്ണം ലഭിച്ച ഒരു മർത്യജന്മത്തിൽ മുമ്പേ കഴിച്ചു നാം. എത്രയും പണിപെട്ടിങ്ങും മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും 10 മാസം വയറ്റിൽ കഴിഞ്ഞുപോയി, 10 പോയി, തന്നെത്താൻ അഭിമാനിച്ച് പിന്നീടും തന്നെത്താൻ അറിയാതെ കഴിയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയൊക്കെ ദുഷിച്ച ജന്മങ്ങളൊക്കെ ജനിച്ചിട്ടും, മർത്യജന്മം വീണ്ടും നമ്മൾ മനുഷ്യജന്മം എടുത്തിട്ടും എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? വീണ്ടും വീണ്ടും അഭിമാനിച്ച് നമ്മൾ ജീവിക്കുകയാണ്. എന്തിനോ വേണ്ടി? ഇത്ര കാലം ഇരിക്കും ഇനിയെന്നും സത്യമോ നമുക്ക് ഏതൊന്നും ഇല്ലയോ? നീർപ്പോള് പോലെയുള്ള ഒരു ദേഹത്തിൽ വീർപ്പ് മാത്രം ഉണ്ടിങ്ങനെ കാണുന്നു. ഒന്ന് ചിന്തിക്കൂ ഇതിനെക്കുറിച്ചൊക്കെ. ഓർത്തറിയാതെ പാടുപെടുന്നേരും നേർത്ത് പോകുന്നത് എന്നും പറയാവോ? അത്രമാത്രം ഇരിക്കുന്ന നേരത്ത് കീർത്തിച്ച് നേടുന്നതെല്ലാം തിരുനാമം, ഹരിനാമം മാത്രമേ നമുക്ക് രക്ഷപ്പെടുത്തൂ എന്നാണ് പൂന്താനം നമ്പൂതിരിപ്പാട് പറയുന്നത്. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ, മതമത്സരം ചിന്തിച്ചു മതികെട്ടു നടക്കുന്നതു ചിലർ, ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചിരാമനായിട്ടു നടക്കുന്നു ചിലവർ കുടുംബജീവിതത്തിൽ തന്നെ ഒതുങ്ങി ജീവിക്കുന്നു. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട് സന്ധ്യയോളം വീർക്കുന്നതു ചിലർ. ആലോചിച്ച് നോക്കണം. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. ഹരേ കൃഷ്ണ. വീഡിയോ നിർത്താൻ പറഞ്ഞിരിക്കുകയാണ്. അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഭാഗ്യം. ഇനി നമുക്ക് നാളത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാം. ഓക്കെ, എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ, പൂന്താനം നമ്പൂതിരിപ്പാടിന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കീ